സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ സോഷ്യോളജീൻ്റെ റിവിഷൻ ക്ലാസ്സിൽ 4 ചാപ്റ്റേഴ്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഈ ഒരു റിവിഷൻ ചാപ്റ്റേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മാരേജ്, ഫാമിലി, കൈൻഡ്ഷിപ്പ്, സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ. സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷനിൽ ഹൈറാർക്കി പറയുന്നുണ്ട്, അതിൻ്റെ ഡിഫറൻഷിയേഷൻ പറയുന്നുണ്ട്, ആൻഡ് ഇനീക്വാലിറ്റി. അപ്പം ഇത്തരം ഈ ഒരു 4 ചാപ്റ്റേഴ്സാണ് ഇന്നത്തെ ഈ ഒരു റിവിഷൻ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യത്തെ ചാപ്റ്റർ വരുന്നത് ചാപ്റ്റർ 12 ആണ്, മാരേജ് ആണ് പറയുന്നത്. അപ്പം ഈ ഒരു മാരേജിൽ നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മാരേജസ്, അതിപ്പം ഹിന്ദുസിൻ്റെ കേസിലാണെങ്കിലും മുസ്ലിം വിഭാഗത്തിലാണെങ്കിലും ടൈപ്സ് ഓഫ് മാരേജ്, ആ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ എന്താണ് ക്വസ്റ്റ്യൻസ് ചോദിക്കാമെന്ന് നോക്കാം. അപ്പം ഇവിടെ നമ്മൾ ഇനി നെക്സ്റ്റ് പറയുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുന്നത് വിവാഹ രീതികളെ കുറിച്ചിട്ടാണ്. മാരേജിൽ നമുക്കിവിടെ 6 തരത്തിലുള്ള വിവാഹ രീതികളെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഇത് ഓരോന്ന് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് പറയുന്നത് മോണോഗമി, സെക്കൻഡ് പോളിഗമി, തേർഡ് പോളിയാൻഡ്രി, ഫോർത്ത് വരുന്ന എൻഡോഗമി, എക്സോഗമി, അനുലോമ അല്ലെങ്കിൽ ഹൈപ്പർഗമി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് ഓരോന്ന് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇതൊക്കെ ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ സബ് ക്വസ്റ്റ്യൻസോ ഒക്കെ ആയിട്ടായിരിക്കും ഇതിൽ ചോദിക്കുന്നത്. ഒന്നിലോ 2 മാർക്കിലോ ഇത് ഒതുങ്ങും കേട്ടോ. അപ്പം ഇത്തരം കാര്യങ്ങൾ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഈ ഒരു റിവിഷൻ ക്ലാസ് മാത്രം മതി നിങ്ങൾക്ക് ഈ ഒരു സെഷൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് വരുന്നത് മോണോഗമിയാണ്. മോണോ എന്ന് പറയുമ്പോഴെന്താണ് ഓർക്കാം? മോണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 എന്നാണ് അർത്ഥം വരുന്നത്. അപ്പം 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്താണ് ഈ ഒരു വിവാഹ രീതി പറയുന്നത്? ഒരാൾക്ക് ഒരേ സമയം ഒരേ ഒരു ഭാര്യയോ ഭർത്താവോ മാത്രമേ ഉണ്ടാകാവൂ എന്ന വിവാഹ രീതിയാണ് മോണോഗമി എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ഒരു പുരുഷന് ഒരു സ്ത്രീയും മായിട്ട് റിലേഷനിൽ ഏർപ്പെടാൻ പറ്റൂ, വിവാഹബന്ധത്തിൽ ഏർപ്പെടാൻ പറ്റൂ എന്ന് പറയുന്ന ഒരു വിവാഹ സമ്പ്രദായമാണ് എന്താണ് മോണോഗമി എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം, പോളിഗമിയാണ് വരുന്നത്. പോളിഗമി എന്ന് വെച്ച് കഴിഞ്ഞാൽ ബഹുഭാര്യാർത്ഥം അല്ലെങ്കിൽ ബഹുഭാര്യത്വം അങ്ങനെയൊക്കെ പറയുന്നതാണ് പോളിഗമി എന്ന് പറയുന്നത്. ഒരാൾക്ക് ഒരേ സമയത്ത് ഒന്നിലധികം ജീവിത പങ്കാളികൾ ഉണ്ടാകുന്ന വിവാഹ രീതിയാണ് നമ്മൾ പോളിഗമി എന്ന് പറയുന്നത്. ഇനി ഈ ഒരു പോളിഗമിയെ 2ആയിട്ട് നമ്മൾ തിരിച്ചിട്ടുണ്ട് കേട്ടോ. 2ആയി തിരിച്ചിരിക്കുന്നത് ഒന്ന് പോളിഗൈനിയാണ്, പോളിഗൈനി. രണ്ടാമത് വരുന്നത് പോളിയാൻഡ്രിയാണ്. അപ്പം ഈ ഒരു പോളിയാൻഡ്രി തന്നെയാണ് കേട്ടോ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ പോളിഗൈനിനെ നമ്മൾ സ്ലൈഡിൽ കൊടുത്തിട്ടില്ല, എന്നിരുന്നാൽ പോലും പോളിയാൻഡ്രിയാണ് കൂടുതൽ ചോദിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പോളിഗൈനിനെ കുറിച്ചിട്ട് സ്ലൈഡിൽ പറയാതിരുന്നത്. എന്നിരുന്നാൽ പോലും പോളിഗമീനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ എന്ത് മെൻഷൻ ചെയ്യുന്നു? പോളിഗൈനിയും മെൻഷൻ ചെയ്യണം, പോളിയാൻഡ്രിയും മെൻഷൻ ചെയ്യണം. അപ്പോൾ പോളിഗമി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഒരാൾക്ക് ഒരേ സമയത്ത് ഒന്നിലധികം ജീവിത പങ്കാളികൾ ഉണ്ടാവുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കൂ, പോളിഗൈനി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് പോളി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നിലധികം എന്നാണ് അർത്ഥം വരുന്നത്. ഒന്നിലധികം ഭാര്യമാർ, അതായത് ഒരു പുരുഷൻ ഒരേ സമയം ഒന്നിലധികം ഭാര്യമാരെ വിവാഹം കഴിക്കുന്ന രീതിയെയാണ് നമ്മൾ പോളിഗൈനി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഒരു പുരുഷനെ നമുക്ക് ഈ ഒരു സിമ്പിൾ വെച്ചിട്ട് ഡിനോട്ട് ചെയ്യാം. ഇനിയിപ്പോൾ ഇവർക്ക് എങ്ങനെയാണ് ഭാര്യമാർ വരുന്നത്? സ്ത്രീയെ നമുക്ക് ഇങ്ങനൊരു സിമ്പിൾ വെച്ചിട്ട് കേട്ടോ. അപ്പോൾ ഇത് ഓർക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പം പോളിഗൈനി എന്ന് വെച്ച് കഴിഞ്ഞാൽ, പോളി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർക്കാം ഒന്നിലധികം എന്നാണ്. ഗൈനി എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകളെയാണ് പറയുന്നത്. അപ്പം ഒന്നിലധികം സ്ത്രീകളെ വിവാഹം കഴിക്കുന്ന പുരുഷനെ അല്ലെങ്കിൽ ആ ഒരു സമ്പ്രദായമാണ് പോളിഗിനി അല്ലെങ്കിൽ പോളിജിനി എന്നൊക്കെ നമ്മൾ പറയുന്നത്. ഇനി ഇതിനൊരു എക്സാമ്പിൾ എന്ന് പറയുന്നതാണെങ്കിൽ നമുക്കറിയാലോ, മുൻപ് കാലത്ത് അല്ലേ, പണ്ട് കാലത്ത് എന്താണ് ഒരു മുസ്ലിം വിഭാഗത്തിൽപ്പെടുന്നവർക്ക് ഒരാൾക്ക് ഒന്നിലധികം ഭാര്യമാരുണ്ടായിരുന്നു. അപ്പം ഇത് നമുക്ക് ഈ ഒരു പോളിഗൈനിക്ക് ഉദാഹരണമായിട്ട് മനസ്സിൽ വെക്കാം. അങ്ങനെ നിങ്ങൾക്ക് ഫൈനൽ എക്സാമിന് ഒരു കൺഫ്യൂഷൻ വന്നേക്കാം. അതുകൊണ്ടാണ് ഈ ഒരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞു തരുന്നത്. ഇനി രണ്ടാമതെന്ന് വരുന്നത് പോളിയാൻഡ്രിയാണ്. പോളിയാൻഡ്രി ഈ ഒരു പോളിഗൈനിക്ക് ഓപ്പോസിറ്റാണ്. ഇവിടെ എന്താണ് പോളിയാൻഡ്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നിലധികം ഭർത്താക്കന്മാരുണ്ടാകുന്നത്. അപ്പം ഇവിടെ നമുക്ക് സ്ത്രീയെ വരക്കാം. ഈ ഒരു സ്ത്രീക്ക് ഒന്നിലധികം ഭർത്താവ് വരുന്നതിനെയാണ് നമ്മൾ പോളിയാൻഡ്രി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഈ ഒരു പോളിയാൻഡ്രിക്ക് ഉദാഹരണം പറയാന്നുണ്ടെങ്കിൽ എന്താ? നമുക്ക് മഹാഭാരതം അറിയാമല്ലേ? മഹാഭാരതത്തിൽ ദ്രൗപദി എങ്ങനെയാണ്? ദ്രൗപദിക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു. അപ്പം ഇതെന്താണ്? ഇതൊരു പോളിയാൻഡ്രി ആണ്. ഒരു
ഇത്തരം വിവാഹത്തെയാണ് നമ്മൾ പോളിയാൻഡ്രി എന്ന് പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് എൻഡോഗമിയാണ് വരുന്നത്. എൻഡോഗമി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വ്യക്തി തൻ്റെ ജാതിയിലോ മതത്തിലോ വർഗത്തിലോ ഉൾപ്പെട്ട ഒരാളുമായാണ് വിവാഹം നടത്തേണ്ടതെന്ന് നിഷ്കർഷിക്കുന്ന സമ്പ്രദായത്തെ നമ്മൾ എൻഡോഗമി എന്ന് പറയുന്നത്. എന്താണ്, നോർമലി ഇപ്പം നടക്കുന്ന ഒരു സമ്പ്രദായത്തെയാണ് നമ്മൾ എൻഡോഗമി എന്ന് പറയുന്നത്. ഇപ്പം ഇന്റർകാസ്റ്റ് മാരേജ് ഒക്കെ ഉണ്ട്. എന്നിരുന്നാൽ പോലും നമ്മളിപ്പോൾ ഒരു ഹിന്ദു എടുക്കാന്നുണ്ടെങ്കിൽ ഹിന്ദുവിൽ തന്നെ പല കാസ്റ്റും ഉണ്ട് അല്ലേ. അതിൽ ഓരോ ജാതി, കാസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജാതി. അപ്പം ഒരേ ജാതിയിൽ വരുന്ന ആ ഒരു ഇവരെയാണ് നമ്മൾ എന്താണ് എൻഡോഗമി എന്ന് പറയുന്നത്. അപ്പം ഒരേ ജാതിയിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ജാതി മെൻഷൻ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഒരേ വർഗം, റിലീജിയൻ സെയിം ആയിട്ടുള്ള ആൾക്കാരും ഉണ്ടാവുമല്ലോ. അപ്പം അവരെയാണ് കേട്ടോ നമ്മൾ പറയുന്നത്. ഈ ഒരു വിവാഹ രീതിയെ നമ്മൾ എൻഡോഗമി എന്ന് പറയും. ഇനി നെക്സ്റ്റ് വരുന്നത് എക്സോഗമിയാണ്. എക്സോഗമി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, സ്വന്തം ഗോത്രത്തിലോ കുടുംബത്തിലോ പെട്ടവരുമായിട്ട് വിവാഹം നടത്തുന്നത് നിരോധിക്കുന്ന സമ്പ്രദായത്തെ നമ്മൾ എക്സോഗമി. എന്താണ്, ഒരേ വർഗത്തിൽ പെട്ടവരുമായിട്ട് അല്ലെങ്കിൽ ഒരേ രക്തബന്ധത്തിലുള്ളവരെയാണ് മെയിനായിട്ട് ഇത് ഉദ്ദേശിക്കുന്നത്. രക്തബന്ധത്തിൽ പെട്ടവരുമായിട്ട് എന്താണ് വിവാഹം കഴിക്കരുതെന്ന് പറയുന്ന സമ്പ്രദായത്തെ നമ്മൾ എക്സോഗമി എന്ന് പറയുന്നുണ്ട്. അപ്പം ഉദാഹരണം നമ്മൾ എന്താ പറയുക, സ്വന്തം കുടുംബാംഗങ്ങളുമായിട്ട് വിവാഹം ചെയ്യാൻ അനുവദിക്കാത്ത ഒരു സമ്പ്രദായമാണ് എന്താണ് നമ്മുടെ ഈ ഒരു എക്സോഗമി എന്ന് പറയുന്നത്. ഇനി ഹൈപ്പർഗമി അല്ലെങ്കിൽ അനുലോമ എന്നാണ് പറയുന്നത്. ഹൈപ്പർഗമി എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകൾ സമൂഹത്തിൽ ഉയർന്ന നിലയിലുള്ള പുരുഷന്മാരെ വിവാഹം ചെയ്യുക എന്നത് പ്രോത്സാഹിപ്പിക്കുന്ന സംസ്കാരപരമായിട്ടുള്ള ഒരു താല്പര്യത്തെ കുറിച്ചിട്ടാണ് ഈ ഒരു അനുലോമ അല്ലെങ്കിൽ ഹൈപ്പർഗമി എന്ന് പറയുന്നത്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. എന്താണ് എക്സാമ്പിൾ ഇപ്പം പറഞ്ഞത്, ഇപ്പം അധികം സ്ത്രീകളും ഇപ്പം എന്താണ് വിദ്യാഭ്യാസം ഉള്ളവരാണ് അല്ലേ. കൂടുതൽ പേരും വിവാഹം ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല. എന്നിരുന്നാൽ പോലും അവരെന്താണ് കൂടുതലായിട്ട് ഒരു നല്ല ഉയർന്ന നിലയിലുള്ള പുരുഷനെ വിവാഹം ചെയ്യാനാണ് താല്പര്യപ്പെടുന്നത്. ഇതാണ് ഇതിൻ്റെ ഒരു എക്സാമ്പിൾ വരുന്നത്, ഹൈപ്പർഗമി എന്ന് പറഞ്ഞാൽ. ഹൈപ്പർഗമി ഒന്നുകൂടെ ഞാൻ പറയാം, അതായത് സോഷ്യൽ സ്റ്റാറ്റസ് കൂടുതൽ ഹൈ ആയിട്ടുള്ളവരെ വിവാഹം കഴിക്കുന്ന രീതി. അതിന് വേണ്ടിയിട്ട് സ്ത്രീകളെ സമൂഹത്തിൽ പ്രോത്സാഹിപ്പിക്കുന്ന ആ ഒരു രീതിയെ നമ്മൾ അനുലോമ അല്ലെങ്കിൽ ഹൈപ്പർഗമി എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ മാരേജസ്. ചെറിയ സിമ്പിൾ കാര്യങ്ങളാണ്. ഈ ഒരു റിവിഷൻ ക്ലാസ് മാത്രം മതി നിങ്ങൾക്ക് എന്താണ് ഈ മാരേജിൻ്റെ ഈ ഒരു പല ടൈപ്പിനെ കുറിച്ച് മനസ്സിലാക്കാൻ. നമുക്ക് വരുന്നത് ക്വസ്റ്റ്യൻ വരുന്നത് ഡിഫൈൻ പ്രതിലോമ എന്നാണ്. അപ്പം പ്രതിലോമ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആണ് കേട്ടോ. പ്രതിലോമ എന്നാണ് വരുന്നത്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇൻ്റർചേഞ്ച് ആയിട്ടുണ്ട്. അപ്പം ഇത് എന്താണ് പ്രതിലോമ? ഈ ഒരു പ്രതിലോമ അല്ലെങ്കിൽ ഹൈപ്പോഗമി എന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഒരു സ്ത്രീയെ സമൂഹത്തിലെ താഴ്ന്ന തരത്തിലുള്ളവർക്ക് വിവാഹം കഴിച്ചു കൊടുക്കുന്ന ആ ഒരു രീതിയെ നമ്മൾ പ്രതിലോമം എന്ന് പറയുന്നു, അല്ലെങ്കിൽ പ്രതിലോമ എന്ന് പറയുന്നു. എക്സാമ്പിൾ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു ബ്രാഹ്മണ യുവതി ഒരു ക്ഷത്രിയരുമായിട്ട് വിവാഹം കഴിക്കുമ്പോൾ, അതായത് ക്ഷത്രിയരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ബ്രാഹ്മണർ എന്താണ്, പണ്ടത്തെ കാസ്റ്റ് സിസ്റ്റം വെച്ചിട്ട് ബേസ് ചെയ്യുന്നതാണെങ്കിൽ ബ്രാഹ്മണരാണല്ലോ ഒരു പടി മുന്നിൽ നിൽക്കുന്നവരെ. അപ്പം ആ ഒരു ഉയർന്ന തട്ടിലുള്ള സ്ത്രീയെ താഴേക്കിടയിലുള്ള ഒരു പുരുഷൻ വിവാഹം കഴിക്കുന്നതിനെ നമ്മൾ ഹിന്ദു മതത്തിൽ എന്ത് പറയുന്ന പ്രതിലോമ എന്ന് പറയുന്നു. അപ്പം ഈ ഹിന്ദു മതപ്രകാരം അന്നത്തെ കാലത്തൊക്കെ ഈ ഒരു രീതി പ്രതിലോമം എങ്ങനെയാണ് നിരോധിക്കപ്പെട്ട രീതിയിലാണ് കാണപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അപ്പം ഇത്രയേ ഉള്ളൂ പ്രതിലോമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നെക്സ്റ്റ് വരുന്നത് ട്രഡീഷണൽ ഫോംസ് ഓഫ് ഹിന്ദു മാരേജ്. നമ്മുടെ ഹിന്ദു സമുദായത്തിൽ നിലനിന്നിരുന്ന പാരമ്പര്യത്തിലുണ്ടായിരുന്ന വിവാഹ രൂപങ്ങളെ കുറിച്ചിട്ടാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. എക്സ്പ്ലെയിൻ ദ ട്രഡീഷണൽ ഫോംസ് ഓഫ് ഹിന്ദു മാരേജ്. 8 തരത്തിലാണതുള്ളത്. അപ്പോൾ ഇത് ഓരോന്നും എന്താണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വരുന്നത് ബ്രാഹ്മവിവാഹം എന്നാണ് പറയുന്നത്. ബ്രാഹ്മവിവാഹത്തിൻ്റെ എക്സ്പ്ലനേഷൻ വരുന്നത് ദാറ്റ് ഈസ് വധുവിൻ്റെ പിതാവ് യോഗ്യനായ ബ്രാഹ്മണൻ്റെ കയ്യിൽ മകളെ നൽകുന്നത്. എന്താണ് ബ്രാഹ്മവിവാഹത്തിൽ അച്ഛൻ ഒരു ബ്രാഹ്മണന് മകളെ വിവാഹം
കഴിച്ച് അയപ്പിക്കുന്ന ഒരു രീതിയെ നമ്മൾ ബ്രാഹ്മവിവാഹം എന്ന് പറയുന്നത്. ഇതിൻ്റെ ഉദ്ദേശം, അവരെന്താണ് ഉദ്ദേശിക്കുന്നത്? ധർമ്മം പാലിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്, ബ്രാഹ്മണർക്ക് വിവാഹം കഴിച്ചു കൊടുക്കുന്നത്. അപ്പം ഇവിടെ എക്സാമ്പിളായിട്ട് നമുക്ക് പറയാം, പുരോഹിതന്മാർ നടത്തിയിട്ടുള്ള മതപരമായിട്ടുള്ള വിവാഹങ്ങളെ നമുക്ക് ബ്രാഹ്മവിവാഹത്തിൽ ഉൾപ്പെടുത്താം. ഇനി നെക്സ്റ്റ് വരുന്ന ഒരു വിവാഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവവിവാഹമാണ്. ദൈവവിവാഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം പണ്ട് കാലത്ത് ഹിന്ദു മതത്തിൽ യജ്ഞങ്ങൾ, അല്ലെ, യജ്ഞം അല്ലെങ്കിൽ യാഗം എന്ന് പറയും. ഈ ഒരു യജ്ഞമോ യാഗമോ ചെയ്തിട്ടുള്ള പുരോഹിതന്മാരുണ്ടാവും, ഇവർക്ക് അല്ലെങ്കിൽ സന്യാസിമാരുണ്ടാവും. ഇവർക്ക് വധുവിനെ, ഈ ഒരു യജ്ഞം കഴിഞ്ഞതിന് ശേഷം വധുവിനെ കൊടുക്കുന്ന പതിവുണ്ട്. അപ്പം ഈ ഇത്തരത്തിലുള്ള വിവാഹത്തെ ദൈവവിവാഹം എന്ന് പറയുന്നു. എക്സാമ്പിൾ പറയുന്നതാണെങ്കിൽ ഈ ഒരു യാഗശാല കഴിഞ്ഞതിന് ശേഷം വധുവിനെ കല്യാണം കഴിപ്പിച്ച് കൊടുക്കുന്നതാണ് ദൈവവിവാഹത്തിന് ഉദാഹരണം വരുന്നത്. ഇനി മൂന്നാമത്തെ ഒരു തരത്തിലുള്ള ഹിന്ദു വിവാഹമാണ് ആർഷവിവാഹം എന്ന് പറയുന്നത്. ഈ ആർഷവിവാഹം കൊണ്ട് ഉദ്ദേശിക്കുന്നത് വരനായിട്ടുള്ള ഒരാൾ 2 പശുക്കളോ മറ്റ് ദ്രവ്യങ്ങളോ എന്തെങ്കിലും കൊടുക്കുന്നത്. ആ ഒരു കൊടുക്കുന്നതിന് പകരമായിട്ട് വധുവിൻ്റെ അച്ഛൻ എന്താണ് ഈ ഒരു ഉപഹാരം, ഇത് ഇങ്ങനെ പശുക്കളെയോ ദ്രവ്യങ്ങളെയോ കൊടുക്കുന്നതിനെ ഉപഹാരം എന്നാണ് പറയുന്നത് അന്നത്തെ കാലത്ത്. അപ്പം ഈ ഒരു ഉപഹാരം സ്വീകരിച്ചിട്ട് മകളെ വിവാഹം കഴിപ്പിച്ച് അയപ്പിക്കുന്നതിനെ ആർഷവിവാഹം എന്നാണ് കേട്ടോ പറയുന്നത്. ഇത് മൂന്നാമത്തെ വിവാഹ രീതിയാണ്. ഇനി നാലാമത്തെ ഒരു ഹിന്ദു മാരേജ് വരുന്നത് പ്രജാപത്യ വിവാഹമാണ്. അതായത് വരനും വധുവും അവരുടെ ധർമ്മം അനുസരിച്ച് കുടുംബജീവിതം നയിക്കണം എന്ന ആശയത്തിൽ ഊന്നുന്നതാണ് ഈ ഒരു പ്രജാപത്യ വിവാഹം. അപ്പം ഈ ഒരു വിവാഹത്തിൽ ധാർമ്മികത, ധർമ്മം രക്ഷിക്കണം എന്ന ആ ഒരു കോൺസെപ്റ്റിലാണ് ഈ ഒരു വിവാഹം നടത്തിപ്പോകുന്നത്. ഇനി അഞ്ചാമത്തെ ഒരു വിവാഹം വരുന്നത് അസുര വിവാഹമാണ്. അതായത് വരൻ പണം അല്ലെങ്കിൽ സ്വർണം തുടങ്ങിയ വസ്തുക്കൾ നൽകിയിട്ട് വധുവിനെ വാങ്ങുന്നത്, അല്ലേ, വരന് ഒരു സംതിങ് അവർക്ക് കൊടുക്കുന്നുണ്ട്, വധുവിൻ്റെ കുടുംബാംഗങ്ങൾക്ക് കൊടുത്ത് പണം അല്ലെങ്കിൽ സ്വർണ്ണമായിരിക്കും അത് കൊടുത്തിട്ട് വധുവിനെ വാങ്ങുന്ന ആ ഒരു ടൈപ്പിലുള്ള വിവാഹത്തെ നമ്മൾ അസുര വിവാഹം എന്നാണ് പറയുന്നത്. അതായത് ഇവിടെ എന്താണ് മുൻഗണന കൊടുക്കുന്നത്? പണപരമായിട്ടുള്ള ഇടപാടുകൾക്കാണ് മുൻഗണന കൊടുക്കുന്നത്. അങ്ങനെ എന്തോ ഒരു സംഭവം കൊടുത്തിട്ട് വാങ്ങുന്ന, അല്ലേ, നമ്മൾ എന്തെങ്കിലും കാര്യം സെല്ല് ചെയ്യുക അല്ലെങ്കിൽ അതിനെ വാങ്ങുന്ന രീതിയിലുള്ള ഒരു വിവാഹത്തെ നമ്മൾ എന്താണ് അസുര വിവാഹം എന്നാണ് പറയുന്നത്. ഇനി ആറാമത്തെ ഒരു വിവാഹം വരുന്നത് ഗാന്ധർവ വിവാഹമാണ്. ഗാന്ധർവ വിവാഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് അതിന് എക്സാമ്പിൾ പറയുന്നത് ലവ് മാരേജിനെയാണ് നമ്മൾ പണ്ട് എന്തായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ഗാന്ധർവ വിവാഹം എന്ന് പറയുന്നത്. ഒരു യുവാവും യുവതിയും പരസ്പരം സ്നേഹിച്ച് വിവാഹം കഴിക്കുന്നതിനെ നമ്മൾ എന്താ പറയുന്നത്? ഗാന്ധർവ വിവാഹം എന്നാണ് പറയുന്നത്. ഇനി ഏഴാമത്തെ മാരേജ് എന്ന് പറയുന്നത് രാക്ഷസ വിവാഹമാണ്. യുദ്ധം നടത്തി വധുവിനെ കവർന്ന് വിവാഹം ചെയ്യുന്നതിനെ എന്താണ്? രാക്ഷസ വിവാഹം എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു രാക്ഷസ വിവാഹം പുരാണ കഥകളിലൊക്കെയാണ് കേട്ടോ ഉദാഹരണങ്ങളായിട്ടുള്ളത്. ഇനി ഏറ്റവും അവസാനത്തെ ഒരു ഹിന്ദു മാരേജ് വരുന്നത് പൈശാച വിവാഹം എന്നാണ് പറയുന്നത്. അതായത് പൈശാച വിവാഹം എക്സാമ്പിളായിട്ട് പറയാന്നുണ്ടെങ്കിൽ സ്ത്രീയുടെ സമ്മതം കൂടാതെ അവളെ പ്രഹരിച്ച് വിവാഹം ചെയ്യുന്നത്. എന്താണ്? ഒരു സ്ത്രീയെ അവൾക്ക് ഇഷ്ടം കൂടാതെ തന്നെ അവളെ പ്രഹരിച്ചിട്ട് അടിച്ച് വിവാഹം കഴിപ്പിക്കുന്ന രീതിയിലേക്ക് പോകുന്നത്. പൈശാചികമായിട്ട് വിവാഹം കഴിക്കുക, അല്ലേ, മർദ്ദിച്ചിട്ട് വിവാഹം കഴിക്കുന്ന ആ ഒരു കോൺസെപ്റ്റാണ് പൈശാചിക വിവാഹത്തിൽ വരുന്നത്. അപ്പം ഇത്തരം ഈ ഒരു 8 വിവാഹത്തിലെ ഏറ്റവും അധമമായിട്ടുള്ള അല്ലെങ്കിൽ നല്ലതല്ലാത്തൊരു വിവാഹ രീതി എന്ന് നമുക്കിതിനെ വിശേഷിപ്പിക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ട്രഡീഷണൽ ഫോംസ് ഓഫ് ഹിന്ദു മാരേജിൽ വരുന്നത്. 8 മാരേജ് ആണ് കേട്ടോ വരുന്നത്. ഒന്നുകൂടെ ഞാൻ പറഞ്ഞു തരാം. ഓരോന്ന് മാരേജ്: 1 ബ്രാഹ്മ വിവാഹം വരുന്നുണ്ട്, 2 ദൈവ വിവാഹം വരുന്നുണ്ട്, 3 വരുന്നത് ആർഷ വിവാഹമാണ്, 4 പ്രജാപത്യ വിവാഹം, 5 വരുന്നത് അസുര വിവാഹം, 6 ഗാന്ധർവ വിവാഹം, 7 രാക്ഷസ വിവാഹം, 8 വരുന്നത് പൈശാച വിവാഹം. അപ്പോൾ ഇത്രയും മാരേജസ് ആണ് വരുന്നത് ഹിന്ദുവിൽ. ആൻഡ് നെക്സ്റ്റ് വരുന്നത് റൈറ്റ് ബ്രീഫ്ലി ദ 4 ഫോംസ് ഓഫ് മുസ്ലിം മാരേജ്. ഹിന്ദു മാരേജിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. ഇനി മുസ്ലിം മാരേജിനെ കുറിച്ചിട്ട് ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. മുസ്ലിം വിവാഹത്തിൻ്റെ 4 രൂപങ്ങളെ കുറിച്ചിട്ടോ 4 ഫോംസ് എന്നാണ് പറയുന്നത്. അപ്പം മുസ്ലിം വിവാഹത്തിൽ 4 ഫോംസ് വരുന്നത്. ഒന്ന് നിക്കാഹാണ്. വളരെ പ്രചാരത്തിൽ ഇപ്പോഴും നമുക്ക് കേട്ടറിവുള്ള ഒരു കാര്യമാണ്, അല്ലേ, മുസ്ലിം മാരേജിൽ നിക്കാഹ് എന്ന് പറയുന്നത്. വേറെ വരുന്നത് മുത്താ വിവാഹമാണ്. പിന്നെ മിസ്യാർ വിവാഹം, ബാദിൽ വിവാഹം, അങ്ങനെ 4 തരത്തിൽ വരുന്നുണ്ട്. അപ്പം നിക്കാഹ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും സുപരിചിതമാണ്. എന്നിരുന്നാലും നമുക്ക് പറയാം, സാധാരണമായിട്ടുള്ള നിയമപരമായിട്ടുള്ള വിവാഹ രൂപമാണ് നിക്കാഹ് എന്ന് പറയുന്നത്. അതായത് വധുവും വരനും സമ്മതിച്ചിട്ടുള്ള
കൃത്യമായ വിധിയിൽ നടത്തുന്ന ഒരു എന്താണ് മാരേജാണ് നമ്മുടെ നിക്കാഹ് എന്ന് പറയുന്നത്. ഈ ഒരു മാരേജിൽ മഹർ നൽകുന്നത് നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. ഇനി രണ്ടാമത് ഇതിൽ വരുന്നതാണ് മുത്താ വിവാഹം. മുത്താ എന്നാണ് നമ്മൾ ഇതിനെ മുത്താ വിവാഹം എന്ന് പറയും. ഇതിനെ രണ്ടാമത്തെ വിവാഹമാണ് കേട്ടോ വരുന്നത്. ഈ ഒരു മുത്താ വിവാഹത്തിൽ എന്താണ്, ഇതൊരു താൽക്കാലികമായിട്ടുള്ള വിവാഹമാണ്. പ്രധാനമായിട്ടും ഷിയ മുസ്ലിമുകൾക്ക് ഇടയിലാണ് ഈ ഒരു വിവാഹം പ്രചാരത്തിലുള്ള കേട്ടോ. ഇതൊരു നിശ്ചിത കാലത്തേക്ക് മാത്രമുള്ള വിവാഹമാണ് മുത്താ വിവാഹം എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ വിവാഹം വരുന്നത് മിസ്യാർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വിവാഹമാണ്. മിസ്യാർ വിവാഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെവ്വേറെയായി താമസിക്കുന്നതിനുള്ള സമ്മത വിവാഹത്തെയാണ് മിസ്യാർ വിവാഹം എന്ന് പറയുന്നത്. അപ്പം ചില അവകാശങ്ങൾ ഭാര്യയ്ക്ക് ഉണ്ടാവും, അതൊന്നും മൈൻഡ് ചെയ്യാതെ നടത്തുന്ന ഒരു വെവ്വേറെയായിട്ട് താമസിക്കുന്ന ഈ ഒരു രണ്ടുപേരുടെ പരസ്പര സമ്മതപൂർണ്ണമായിട്ടുള്ളൊരു വിവാഹത്തെയാണ് മിസ്യാർ വിവാഹം എന്ന് പറയുന്നത്. ഇനി നാലാമത്തെ വിവാഹം വരുന്നത് ബാദിൽ വിവാഹമാണ്. 4 വരുന്നത് ബാദിൽ വിവാഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിയമപരമായിട്ട് അംഗീകരിക്കപ്പെടാത്ത ഒരു ശരിയാകാത്ത വിവാഹം എന്നൊക്കെ ഇത് ബാദിൽ വിവാഹത്തെ നമ്മൾ പറയും. അത്തരത്തിലുള്ള വിവാഹത്തെയാണ് നമ്മൾ ബാദിൽ വിവാഹം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ 3 വിവാഹങ്ങളാണ് വരുന്നത്. നിക്കാഹ് വളരെ പ്രചാരത്തിലുള്ളതാണ്. മുത്താ വിവാഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ താൽക്കാലികമായിട്ടുള്ളൊരു വിവാഹമാണ്. ഇനി മിസ്യാർ വിവാഹം വെവ്വേറെയായിട്ട് താമസിക്കാനുള്ള ഒരു സമ്മത പ്രകാരത്തോടെയുള്ള വിവാഹമാണ്. ഇനി 4 വരുന്നത് നിയമപരമായി അംഗീകരിക്കപ്പെടാത്തൊരു വിവാഹമാണ് ബാദിൽ വിവാഹം. അപ്പോൾ ഇത്രയാണ് ഈ ഒരു മുസ്ലിം മാരേജിൽ വരുന്നത്. അവസാനത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ടൈപ്സ് ഓഫ് ഡിവോഴ്സ് അമംഗ് മുസ്ലിംസിൻ്റെ ഇടയിൽ വരുന്ന വിവാഹമോചനങ്ങൾ, അതിൻ്റെ തരങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് വരുന്നത് നിങ്ങൾക്കെല്ലാം അറിയാം, തലാഖ് എന്ന് പറയുന്നത് അല്ലേ. മുത്തലാഖ് എന്നൊക്കെ നമ്മൾ ആ ഒരു ടൈമിൽ കേട്ടിട്ടുണ്ടായിരുന്നു, തലാഖ്. പിന്നെ വരുന്നത് ഖുൽ എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. രണ്ടാമത് വരുന്നത് മുബാറക്കാണ്. ആൻഡ് 4ാമത് വരുന്നത് ഫസഖ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഈ ഒരു പ്രൊനൗൺസിയേഷൻ കറക്റ്റ് ആണോ അറിയില്ല എൻ്റെത്. എന്നിരുന്നാൽ പോലും ഫസ്റ്റ് വരുന്ന തലാഖ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവ് 3 തവണ തലാഖ് പ്രഖ്യാപിച്ച് വിവാഹം അവസാനിപ്പിക്കുന്നതിനെയാണ് നമ്മൾ അതൊരു പ്രധാന തരത്തിലുള്ള ഡിവോഴ്സാണ് കേട്ടോ ഈ മുസ്ലിങ്ങളുടെ ഇടയിൽ വരുന്നത്. അപ്പം ഇതിനെയാണ് തലാഖ് എന്ന് പറയുന്നത്. 3 തവണ തലാഖ് പ്രഖ്യാപിച്ച് വിവാഹം അവസാനിപ്പിക്കുന്ന ഒരു രീതിയാണ് തലാഖ്. ഇനി ഖുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഖുൽ എന്ന് പറയും, ഭാര്യ ഭർത്താവിനോട് വിവാഹമോചനം അഭ്യർത്ഥിക്കുന്ന, ഇനി ഭർത്താവ് സമ്മതിച്ചാൽ വിവാഹം അവസാനിപ്പിക്കാം. ഈ ഒരു തരത്തിലുള്ള ഒരു ഡിവോഴ്സാണ് ഖുൽ എന്ന് പറയുന്നത്. ഇനി 3ാമത്തേത് വരുന്നത് മുബാരത്ത് എന്ന് പറയുന്നതാണ്. മുബാരത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭർത്താവും ഭാര്യയും പരസ്പര സമ്മതത്താൽ വിവാഹം അവസാനിപ്പിക്കുന്ന ആ ഒരു രീതിയെ മുബാരത്ത് എന്ന് പറയും കേട്ടോ. ഇനി 4 വരുന്നത് ഫസഖാണ്. ഫസഖ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വിധികർത്താവോ കാഴ്ച വക പണിയുന്ന മതകാര്യ അധികാരിയുമായിട്ടുള്ള മുഫ്തി വിവാഹത്തെ നിരസിക്കുന്നത്. ഇതിനെ ഫസഖ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലാണ് ടൈപ്സ് ഓഫ് ഡിവോഴ്സ് അമംഗ് മുസ്ലിംസ് വരുന്നത്. ഒന്നുകൂടെ പറയാം, തലാഖ്, ഖുല്, മുബാരത്ത്, ഫസഖ്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങൾ, ഇത്രയും ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു മാരേജ് എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്റേഴ്സിന് വരുന്നത്. നമ്മളിപ്പം 10 ക്വസ്റ്റ്യൻസ് മാരേജ് എന്ന് പരിചയപ്പെട്ടിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് എന്താ നെക്സ്റ്റ് ചാപ്റ്ററിൽ നിന്ന് നോക്കാം. ചാപ്റ്ററിൽ നമുക്ക് എന്താണ് പഠിക്കാനുള്ളത്? അപ്പോൾ എന്താണ് ഒരു ഫാമിലി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് എന്താണ്? കുടുംബം എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ സമൂഹത്തിൻ്റെ ഒരു അടിസ്ഥാന യൂണിറ്റാണ് കുടുംബം എന്ന് നമുക്കറിയാം. അതുപോലെ അച്ഛനും അമ്മയും അവരുടെ കുട്ടികളും അടങ്ങിയിട്ടുള്ളതാണ് ഒരു കുടുംബം. അതുപോലെ സർവ്വലൗകികമായിട്ടുള്ളൊരു സാമൂഹ്യ സ്ഥാപനമാണ് കുടുംബം. ഇപ്പോൾ ഒരു ഇന്ന സ്ഥലത്ത് നിന്ന് മാത്രമല്ല, എല്ലാ സ്ഥലത്തും കോമൺ ആയിട്ട് എല്ലായിടത്തിലുള്ള ഒരു കാര്യമാണ് ഈ ഒരു ഫാമിലി എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ഫാമിലിയാണ് ഒരു വലിയൊരു സമൂഹം. എല്ലാം നമ്മളെല്ലാവരും ആ ഒരു ഓരോ കുടുംബത്തിൻ്റെയും ഭാഗമാണ് നമ്മളെല്ലാവരും. അതാണ് സർവ്വലൗകികമായിട്ടുള്ളൊരു സാമൂഹ്യ സ്ഥാപനം കൂടിയാണ് കുടുംബം. അപ്പം ഈ ഒരു ഫാമിലി എന്ന് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ്, ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് എന്തായാലും ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫാമിലി ഉണ്ടാവും. അപ്പോൾ സ്റ്റേറ്റ് ദ ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫാമിലി. അപ്പോൾ ഫാമിലിയുടെ ആ ഒരു കുടുംബത്തിൻ്റെ സവിശേഷതകൾ എന്തെല്ലാമാണ്? കുടുംബം എന്ന് പറയുന്നത് എന്താണ്?
സാർവത്രികമാണ്, യൂണിവേഴ്സാലിറ്റിയാണ് അതിൻ്റെ ഫസ്റ്റ് ഒരു ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞത്. സാർവത്രികമാണ്. അപ്പോൾ ലോകത്തിലുള്ള ഏത് സമൂഹം എടുത്താലും എന്താണ്, അവിടെ എല്ലാ കുടുംബ സംവിധാനം കാണാൻ സാധിക്കും. അപ്പോൾ ഒരു സമൂഹത്തിൽ കുടുംബത്തിന് എന്താണ് വളരെ ഏറെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ അത് സാർവത്രികമാണെന്നാണ് ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ്. പിന്നെ എന്തൊക്കെയാണ്? സ്നേഹാദി വികാരങ്ങളും വൈകാരികതയും. ഇപ്പോൾ ഒരു കുടുംബത്തിലെ അംഗങ്ങൾക്ക് എന്താണ്, എല്ലാം മാനസികമായിട്ടൊക്കെ അടുപ്പമുള്ളവരായിരിക്കും. അപ്പോൾ ഓരോ അംഗവും മറ്റുള്ള അംഗങ്ങൾക്ക് അവരുടെ സ്നേഹവും പരിഗണനയും ആ ഒരു പ്രൊട്ടക്ഷനും കെയറും എല്ലാം കൊടുക്കുന്നുണ്ട്. അതാണ് സ്നേഹാദി വികാരങ്ങളും വൈകാരികതയും ഉള്ളതായിരിക്കും കുടുംബത്തിന്. അപ്പോൾ സാർവത്രികമാണ്. പിന്നെ ഈ ഒരു ഫീച്ചർ ക്യാരക്ടറിസ്റ്റിക്സ് സ്നേഹാദി വികാരങ്ങളും വൈകാരികതയും. പിന്നെ എന്തൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ് ആണുള്ളത്? പരിമിതമായ വലുപ്പമായിരിക്കും ഒരു ഫാമിലിക്ക് ഉണ്ടാവുക. എന്താണെന്ന് വെച്ചാൽ അടിസ്ഥാനപരമായിട്ട് ഭർത്താവും ഭാര്യയും അവരുടെ അവിവാഹിതരായ മക്കളും ചേർന്നതാണ് ഒരു കുടുംബം. അപ്പോൾ കുടുംബത്തിലെ അംഗങ്ങളെല്ലാം എന്താണ്, രക്തബന്ധം വഴിയോ വിവാഹബന്ധം വഴിയോ ഒന്നിച്ച് ചേർക്കപ്പെട്ടവരാണ്. ഘടനയിലൊരു കേന്ദ്ര സ്ഥാനമുണ്ട്. എന്ന് വെച്ചാൽ സാമൂഹിക ഘടനയുടെ മറ്റെല്ലാ സംവിധാനങ്ങളെ വെച്ച് നോക്കുമ്പോഴും എന്താണ്, കുടുംബത്തിനൊരു കേന്ദ്ര സ്ഥാനം ഉള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? അംഗങ്ങൾക്കിടയിൽ ഒരു ഉത്തരവാദിത്വ ബോധം ഉണ്ടാവില്ലേ? ഒരു കുടുംബത്തിലെ അംഗങ്ങൾ എന്ന് പറയുമ്പോൾ അംഗങ്ങൾക്ക് മറ്റുള്ള അംഗങ്ങളോടൊരു കടമകളും ഒരു റെസ്പോൺസിബിലിറ്റീസും ഉത്തരവാദിത്തങ്ങളും ഒക്കെ ഉണ്ട്. അതാണെന്ന് വെച്ചാൽ മാതാപിതാക്കൾക്ക് മക്കളുടെ കാര്യം ശ്രദ്ധിക്കുന്നത് അത് അവരുടെ റെസ്പോൺസിബിലിറ്റീസ് അല്ലേ. അതാണ് അംഗങ്ങൾക്കിടയിലെ ഒരു ഉത്തരവാദിത്വ ബോധം. പിന്നെ എന്താണ്? പെരുമാറ്റ രീതികളിലെ സാമൂഹ്യ നിയന്ത്രണം. ഇപ്പം എന്താണ്? സാമൂഹ്യ നിയന്ത്രണം പെരുമാറ്റത്തിൽ ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ആ ഒരു ജനറൽ വരുന്ന ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫാമിലി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് എന്താണ് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്? ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ പാട്രിലോക്കൽ ഫാമിലി ആൻഡ് മാട്രിലോക്കൽ ഫാമിലി. അപ്പോൾ പാട്രിലോക്കൽ ഫാമിലിയും മാട്രിലോക്കൽ ഫാമിലിയും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസസ് എന്തൊക്കെയാണെന്ന് നോക്കാം. പാട്രിലോക്കൽ എന്ന് പറഞ്ഞാൽ കുടുംബത്തിലെ വിവാഹശേഷം ഭാര്യ ഭർത്താവിൻ്റെ വീട്ടിൽ താമസിക്കുന്നു. ഓക്കെ, ഭാര്യ ഭർത്താവിൻ്റെ വീട്ടിൽ താമസിക്കുന്ന ആ ഒരു വിവാഹ രീതിയാണ് നമ്മൾ പാട്രിലോക്കൽ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് അറിയാം, പൊതുവേ അങ്ങനെയാണ് നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന ഒരു വിവാഹം ആണ് ഈ പാട്രിലോക്കൽ. വിവാഹശേഷം എന്താണ്, ഭാര്യ ഭർത്താവിൻ്റെ വീട്ടിൽ താമസിക്കുന്നത്. അപ്പോൾ ഭൂരിപക്ഷം കുടുംബങ്ങളും ഈ ഒരു വിഭാഗത്തിൽ ഉൾപ്പെടുന്നവയാണ് ഈ ഒരു പാട്രിലോക്കൽ ഫാമിലി. ഇനി മാട്രിലോക്കൽ ഫാമിലി പറഞ്ഞാൽ എന്താണ്? മാട്രിലോക്കൽ എന്ന് പറഞ്ഞാൽ കുടുംബത്തിലെ വിവാഹശേഷം ഭർത്താവ് ഭാര്യയുടെ വീട്ടിൽ താമസിക്കുന്നു. ഓക്കെ, അപ്പോൾ ലോകത്തിലെ മുഖ്യ കുടുംബങ്ങളും എന്താണ്, പിതൃദായകമാണ്. അപ്പം ഭാര്യയുടെ വീട്ടിലെ വിവാഹശേഷം ഭർത്താവ് താമസിക്കുന്ന ആ ഒരു ഫാമിലിയാണ് മാട്രിലോക്കൽ ഫാമിലി എന്ന് പറയുന്നത്. ഓക്കെ, ഓഫ് ഫാമിലി. അപ്പോൾ ഫാമിലിയുടെ ഓരോ ഫങ്ഷൻസ് എന്തൊക്കെയാണ്? അപ്പോൾ എന്തൊക്കെയാണ് ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ ലൈംഗിക ആവശ്യങ്ങളുടെ സുദൃഢമായ സംതൃപ്തി. അപ്പോൾ ലൈംഗികത മനുഷ്യനിൽ ശക്തമാണ്. അപ്പോൾ ലൈംഗിക താല്പര്യം മനുഷ്യനിൽ ജീവിതകാലം മുഴുവൻ ഉണ്ടായിരിക്കും. അപ്പോൾ ലൈംഗിക അഭിനിവേശം പലപ്പോഴും അനിയന്ത്രിതമാണ്. അപ്പോൾ വിവാഹം എന്ന സ്ഥാപനത്തിലൂടെ സമൂഹം മനുഷ്യൻ്റെ ലൈംഗിക പെരുമാറ്റത്തെ നിയന്ത്രിക്കുന്നു. അപ്പോൾ അതാണ് ഫസ്റ്റ് ഒരു ഫങ്ഷൻ എന്ന് പറയുന്നത് ഫാമിലിയുടെ. നെക്സ്റ്റ് എന്താണ്? പ്രജനനം അഥവാ സന്താനോൽപാദനം. കുടുംബത്തിലെ ഏറ്റവും അനിവാര്യമായ മറ്റൊരു ധർമ്മമാണ് സന്താനോൽപാദനം. അപ്പോൾ ഉയർന്നതും താഴ്ന്നതുമായ എല്ലാ ജീവകങ്ങളിലും പ്രജനനം നടക്കുന്നുണ്ട്. നിയന്ത്രണം ആവശ്യമുള്ളൊരു പ്രവർത്തനമാണിത്. ലൈംഗിക സംതൃപ്തിയുടെ ഫലം പ്രജനനമാണ്. സന്താനോൽപാദനം കുടുംബം സ്ഥാപനവൽക്കരിക്കുന്നു. അപ്പം പ്രജനനം അഥവാ സന്താനോൽപാദനം ഒരു ഫാമിലിയുടെ ഒരു ഫങ്ഷനാണ്. നെക്സ്റ്റ് എന്താണ്? കുട്ടികളെ വളർത്തി പരിപാലിക്കലാണ് അടുത്തൊരു ഫങ്ഷൻ, ഒരു ധർമ്മം, ഫാമിലിയുടെ ഒരു ധർമ്മം എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ കുട്ടികളെ വളർത്തി പരിപാലിക്കൽ കുടുംബത്തിൻ്റെ ഒരു പ്രധാന ധർമ്മമാണ്. കുടുംബം വ്യക്തിക്ക് ജീവിതവും നിലനിൽപ്പിന് അവസരവും ഒക്കെ നൽകുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് എന്താണ് ഒരു ഫാമിലിയുടെ ഒരു ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ പാർപ്പിടാവശ്യം നിറവേറ്റൽ. അപ്പം എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു വീടും കാര്യങ്ങളൊക്കെ ഒരു ഫാമിലിക്ക് വേണ്ടേ, നിൽക്കാനും ഒക്കെ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു പാർപ്പിട സൗകര്യം എന്നത് ഒരു കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം എന്താണ്, വളരെ അത്യന്താപേക്ഷിതമായിട്ടുള്ളൊരു മറ്റൊരു കാര്യമാണ് ഒരു പാർപ്പിടാവശ്യം എന്ന് പറഞ്ഞാൽ. അപ്പോൾ കുടുംബം അതിലെ അംഗങ്ങൾക്ക് താമസ സൗകര്യം നൽകുന്നു. അതുപോലെ കുട്ടികൾക്ക് ജനിക്കാനും വളരാനുമുള്ള ഒരു ഉചിതമായൊരു സാഹചര്യം ഒരുക്കുന്നതൊക്കെ ആരാണ്? കുടുംബങ്ങളാണ്. ഓക്കെ, നെക്സ്റ്റ് ഒരു ഫങ്ഷൻ എന്താണ്? സാംസ്കാരിക പ്രസരണത്തിനുള്ള ഒരു ഉപാധി. അപ്പോൾ സാംസ്കാരിക പ്രസരണത്തിനുള്ള ഒരു ഉപാധി എന്ന നിലയിൽ കുടുംബം പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ കുടുംബം മനുഷ്യവംശം എന്ന നിലയിൽ ജീവശാസ്ത്രപരമായ തുടർച്ച നൽകുക മാത്രമല്ല, അയാൾ ജീവിക്കുന്ന സമൂഹത്തിൻ്റെ ഒരു സാംസ്കാരിക തുടർച്ചയും സാധ്യമാക്കുന്നുണ്ട് കുടുംബങ്ങൾ. പിന്നെ എന്താണ്?
കുടുംബം സാമൂഹ്യവൽക്കരണത്തിനുള്ളൊരു സംവിധാനം എന്ന നിലയിൽ എന്താണ്, കുട്ടികളുടെ സ്വഭാവത്തെയും പെരുമാറ്റത്തെയും മനോഭാവത്തെയും ഒക്കെ നിയന്ത്രിച്ചുകൊണ്ട് കുടുംബം അവരുടെ സാമൂഹ്യവൽക്കരണത്തെ സഹായിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെന്താണ് പദവി നേടൽ. പദവി നേടൽ എന്ന് പറഞ്ഞാൽ ഒരു കുടുംബം എന്താണ്, ഒരു ഇരട്ട ദൗത്യം നിറവേറ്റുന്നു. അപ്പോൾ കുടുംബത്തിലെ അതിലെ അംഗങ്ങൾക്ക് സാമൂഹ്യ പദവികൾ നേടിക്കൊടുക്കുന്നു. അതുപോലെ മിക്കപ്പോഴും വ്യക്തികൾ എന്താണ്, സമൂഹത്തിൽ തിരിച്ചറിയപ്പെടുന്നതൊക്കെ എന്താണ്, ആ ഒരു ഫാമിലി നെയിമിൻ്റെ പേരിലൊക്കെയാണ്, ആ ഒരു ഐഡൻറ്റിറ്റിയിൽ അറിയപ്പെടില്ലേ. ഓക്കെ, അതാണ് പദവി നേടൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ഒരു ധർമ്മം എന്താണ്, സ്നേഹബന്ധം എന്ന ധർമ്മം. അപ്പോൾ മനുഷ്യന് ശാരീരികവും മാനസികവുമായ ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്തേണ്ടതുണ്ട് ഒരു ഫാമിലി എന്ന നിലയിൽ. അതൊക്കെയാണ് ഒരു ഫാമിലിയുടെ ഫങ്ഷൻസ് കേട്ടോ. നെക്സ്റ്റ് നിങ്ങൾക്ക് ചോദിക്കാറുണ്ടാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, സ്റ്റേറ്റ് 4 റോൾസ് ഓഫ് ഫാമിലി. അപ്പോൾ എന്തൊക്കെ റോൾസ് ആണ് ഫാമിലിയുടെ റോൾസ് എന്തൊക്കെയാണ്? ജീവശാസ്ത്ര പഠനമുണ്ട്. അപ്പോൾ കുടുംബത്തിൻ്റെ 4 കടമകളാണിത്. ജീവശാസ്ത്ര പഠനം, സാമൂഹികപരം, മനഃശാസ്ത്രപരം, സാമ്പത്തികപരം. ഓക്കെ, അപ്പോൾ അതാണ് ആ ഒരു ഫോർ റോൾസ് ഓഫ് ഫാമിലി. എന്തൊക്കെയാണ്? കുടുംബം ജീവശാസ്ത്രപരമായിട്ടുള്ള ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്തുന്നു എന്നത് വളരെ പ്രധാനമാണ്. അതുപോലെ വിവാഹത്തിലൂടെ എന്താണ്, ലൈംഗിക സംതൃപ്തി എന്ന ആവശ്യത്തെ കുടുംബം സാക്ഷാത്കരിക്കുന്നു. കുടുംബത്തെ രൂപീകരിക്കാതെയുള്ള ലൈംഗിക സംതൃപ്തിയെ സമൂഹം അനുവദിക്കുന്നില്ല. കുടുംബത്തിന് എന്താണ്, ചില സാമൂഹ്യ ധർമ്മങ്ങളുണ്ട്. അതെന്തൊക്കെയാണ്? കുട്ടികളെ വളർത്തിയെടുക്കുകയും അവരുടെ സാമൂഹികാരണത്തെ സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ എന്തൊക്കെയാണ്, കുടുംബത്തിൽ നിന്നാണ് ഒരു കുട്ടികൾ എന്താണ്, അവരുടെ ട്രഡീഷൻസും ഭാഷയും അവരുടെ ഒരു പാരമ്പര്യവും ആചാരങ്ങളും ഒക്കെ സാമൂഹ്യ നിയമങ്ങളും ഒക്കെ എല്ലാം പഠിക്കുന്നത് എവിടെ നിന്നാണ്? കുടുംബത്തിൽ നിന്നാണ് എല്ലാവരും ആദ്യം പഠിക്കുന്നത് എല്ലാ കാര്യങ്ങളും. അതുപോലെ എന്താണ്, അംഗങ്ങളുടെ പെരുമാറ്റങ്ങൾ നിയന്ത്രിക്കുന്നതിലും അതുപോലെ സാമൂഹ്യ നിയന്ത്രണങ്ങൾ നടപ്പിലാക്കുന്നതിലും ഒക്കെ കുടുംബം എന്താണ്, പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. അതൊക്കെയാണ് ഈ ഒരു കുടുംബത്തിൻ്റെ റോൾ എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ കുടുംബം അംഗങ്ങളുടെ മാനസികവും വൈകാരികവുമായിട്ടുള്ള ആവശ്യങ്ങൾ പൂർത്തീകരിക്കുന്നുണ്ട്. പിന്നെ എന്തൊക്കെയാണ്, അംഗങ്ങളുടെ ഒരു വ്യക്തിത്വ വികാസത്തിനും ഒക്കെ ആ ഒരു സെൽഫ് ഡെവലപ്മെൻറ്റിനൊക്കെ കുടുംബത്തിൻ്റെ ആ ഒരു റോൾ വളരെ വലുത് തന്നെയാണ്. അതുപോലെ കുടുംബത്തിൻ്റെ മറ്റൊരു പ്രധാന ധർമ്മം എന്താണ്, സാമ്പത്തികമാണ്. അപ്പോൾ ഒരു കുടുംബ അംഗങ്ങൾക്ക് സാമ്പത്തിക സുരക്ഷ നൽകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് ഒരു ഫാമിലിയെ സംബന്ധിച്ചിട്ട് ആ ഒരു ഫാമിലിൻ്റെ കുടുംബത്തിൻ്റെ ഒരു 4 കടമകളാണ് ഇതൊക്കെ കേട്ടോ. ജീവശാസ്ത്ര പഠനവും സാമൂഹികപരവും മനഃശാസ്ത്രപരവും സാമ്പത്തികപരവുമായിട്ടുള്ളൊക്കെ ആ ഒരു സുരക്ഷ നൽകുന്നുണ്ട് ഫാമിലി. ഓക്കെ, നെക്സ്റ്റ് എന്താണ്, എക്സ്പ്ലെയിൻ ദ ടൈപ്സ് ഓഫ് ഫാമിലി. ടൈപ്സ് ഓഫ് ഫാമിലി കുടുംബത്തിൻ്റെ ഒരു ഘടനയെ അനുസരിച്ചിട്ട് എത്രയായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്? അപ്പോൾ അംഗങ്ങളുടെ എണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ടൈപ്പ് ഉണ്ട്. അതുപോലെ വിവാഹ മാതൃകയുടെ അനുസരണത്തിൽ ഒരു ഫാമിലിയുടെ ഒരു ടൈപ്പ് ഉണ്ട്. പിന്നെ എന്തൊക്കെയാണ്, താമസ സ്ഥലവും അവരുടെ ഒരു നാമകരണവും അധികാരവും വംശപാരമ്പര്യവും ഇതിനൊക്കെ അടിസ്ഥാനത്തിൽ ഓരോ ടൈപ്പ് ഫാമിലികളുണ്ട്. ഓക്കെ, അപ്പോൾ അംഗങ്ങളുടെ അടിസ്ഥാനത്തിൽ, അംഗങ്ങളുടെ എണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്താണ്, അംഗങ്ങളുടെ എണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിൽ കുടുംബത്തെ പ്രധാനമായിട്ടും എത്ര കുടുംബമായിട്ടൊരു മൂന്ന് തരത്തിൽ ക്ലാസിഫൈ ചെയ്യാം. അണുകുടുംബം, ഈ ന്യൂക്ലിയർ ഫാമിലി, അതുപോലെ കൂട്ടുകുടുംബം, ജോയിൻറ്റ് ഫാമിലി, വിസ്തൃത കുടുംബം, എക്സ്റ്റെൻഡഡ് ഫാമിലി, ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ബേസ് എന്താണ്, അംഗങ്ങളുടെ അടിസ്ഥാനത്തിൽ. അപ്പോൾ അംഗങ്ങളുടെ അടിസ്ഥാനത്തിൽ വരുന്ന ഫസ്റ്റ് ക്ലാസിഫിക്കേഷനാണ് അണുകുടുംബം. അണുകുടുംബം എന്ന് പറഞ്ഞാൽ എന്താണ്, ന്യൂക്ലിയർ ഫാമിലി. ന്യൂക്ലിയർ ഫാമിലി നമ്മളിപ്പം പൊതുവേ എല്ലാ സ്ഥലത്തും എല്ലാവരും ന്യൂക്ലിയർ ഫാമിലിയാണ്, മെമ്പേഴ്സാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ന്യൂക്ലിയർ ഫാമിലി പറഞ്ഞാൽ ഇത്തരം കുടുംബങ്ങളിൽ എന്താണ്, അച്ഛനും അമ്മയും കുട്ടികളും മാത്രം അടങ്ങുന്നതാണ്. അപ്പോൾ ഈ ഒരു കുടുംബത്തിൻ്റെ വലുപ്പം എന്താണ്, ചെറുതാണ്. അതുപോലെ ഇത് പൊതുവെ കാണപ്പെടുന്നത് നഗരസമൂഹങ്ങളിലായിരിക്കും കൂടുതലായിട്ട് ഈ ഒരു ന്യൂക്ലിയർ ഫാമിലി കാണപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ അംഗങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ഫസ്റ്റ് ഒരു ക്ലാസിഫിക്കേഷനാണ് ന്യൂക്ലിയർ ഫാമിലി. നെക്സ്റ്റ് ജോയിൻറ്റ് ഫാമിലി നമുക്കറിയാം. ജോയിൻറ്റ് ഫാമിലി എന്ന് പറഞ്ഞാൽ എന്താണ്, കൂട്ടുകുടുംബം. കൂട്ടുകുടുംബം എന്ന് പറഞ്ഞാൽ കൂട്ടുകുടുംബത്തിൽ എന്താണ്, ഒന്നിലധികം തലമുറകളൊക്കെ ഒരുമിച്ച് താമസിക്കുകയും ഒരു അടുക്കളയിൽ പാചകം ചെയ്ത് വിഭവങ്ങൾ ഭക്ഷിക്കുകയും പൊതു സ്വത്ത് കൈകാര്യം ചെയ്യുകയും അംഗങ്ങൾ തമ്മിൽ പരസ്പര സഹകരണം നിലനിൽക്കുകയും ചെയ്യുന്നതാണ് കൂട്ടുകുടുംബം അഥവാ ജോയിൻറ്റ് ഫാമിലി. നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്താണ്, വിസ്തൃത കുടുംബം. വിസ്തൃത കുടുംബം എന്ന് പറഞ്ഞാൽ എക്സ്റ്റെൻഡഡ് ഫാമിലി. എക്സ്റ്റെൻഡഡ് ഫാമിലി പറയുമ്പോൾ എന്താണ്, ഇത്തരം കുടുംബങ്ങൾ കാണപ്പെടുന്നത് എവിടെയാണ്, പൊതുവെ ഗോത്ര സമൂഹങ്ങളിലൊക്കെയാണ് ഒരു എക്സ്റ്റെൻഡഡ് ഫാമിലി നമ്മൾ കാണപ്പെടുന്നത്. എന്താണെന്ന് വെച്ചാൽ അവരായിരിക്കും എന്താണ്, ഒരു കുടുംബത്തിൻ്റെ തന്നെ മാതാപിതാക്കളുടെയും രക്തബന്ധത്തിൽ പെടുന്ന ബന്ധുക്കളും ഒക്കെ ഒരുമിച്ച് താമസിക്കുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു കുടുംബങ്ങളെയാണ് നമ്മൾ ഈ ഒരു വിഭാഗത്തിൽ വിസ്തൃത കുടുംബം അഥവാ എക്സ്റ്റെൻഡഡ് ഫാമിലി എന്ന വിഭാഗത്തിൽ പെടുന്നത് കേട്ടോ. ഓക്കെ, ഇനി അടുത്തൊരു ബേസ് എന്താണ്, ടൈപ്സ് ഓഫ് ഫാമിലി അടുത്തൊരു എന്ത് ബേസാണ്, വിവാഹ മാതൃകയുടെ അടിസ്ഥാനത്തിൽ കുറച്ചായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണ്, ഏകവിവാഹ കുടുംബമുണ്ട്, മോണോഗമസ്. ഏകവിവാഹ കുടുംബം എന്ന് പറഞ്ഞാൽ ഒരു പുരുഷൻ ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചിട്ട് കുട്ടികളോടൊപ്പം താമസിക്കുന്നതാണ്. അതാണ് ആ ഒരു വിവാഹ മാതൃകയിൽ വരുന്ന ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ. പിന്നെ ബഹുവിവാഹ കുടുംബമുണ്ട്, പോളിഗമസ്. പോളിഗമസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു പുരുഷനോ സ്ത്രീയോ ഒന്നിലധികം വിവാഹം കഴിച്ചിട്ട്
കുട്ടികളോടൊപ്പം താമസിക്കുന്നതാണ് ഈ ഒരു ബഹുവിവാഹ കുടുംബം. ഓക്കെ, അടുത്ത ഒരു ടൈപ്പ് ഫാമിലി എന്ന് പറഞ്ഞാൽ താമസ സ്ഥലത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഫാമിലീനെ രണ്ടായിട്ട് തരംതിരിക്കുന്നുണ്ട്. എന്താണ്? താമസത്തിൻ്റെ അടിസ്ഥാനത്തിൽ പിതാവിൻ്റെ വീട്ടിൽ താമസിക്കുന്നതും മാതാവിൻ്റെ വീട്ടിൽ താമസിക്കുന്നതുമായ കുടുംബങ്ങളുണ്ട്. അപ്പം പാട്രിലോക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ്? വിവാഹശേഷം ഭാര്യ ഭർത്താവിൻ്റെ വീട്ടിൽ താമസിക്കുന്നു. അതാണ് ലോകത്ത് ഭൂരിപക്ഷം കുടുംബങ്ങളിലും വിഭാഗത്തിൽ പെടുന്നത് കേട്ടോ. മാട്രിലോക്കൽ എന്തായിരുന്നു? മാട്രിലോക്കൽ എന്ന് പറഞ്ഞാൽ വിവാഹശേഷം ഭർത്താവ് ഭാര്യയുടെ വീട്ടിൽ താമസിക്കുന്നു. അപ്പം അതാണ് മാട്രിലോക്കൽ ഫാമിലി. അതാണ് താമസ സ്ഥലത്തിൻ്റെ അടിസ്ഥാനത്തിൽ പാട്രിലോക്കലും മാട്രിലോക്കലും ഉണ്ട്. അപ്പോൾ ഭാര്യ ഭർത്താവിൻ്റെ വീട്ടിലാണ് താമസിക്കുന്നതെങ്കിൽ പാട്രിലോക്കലാണ്. മാട്രിലോക്കൽ എന്ന് പറഞ്ഞാൽ ഭർത്താവ് ഭാര്യയുടെ വീട്ടിൽ താമസിക്കുന്നു. ഓക്കെ, ഇനി നാമകരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ അടുത്തൊരു ക്ലാസിഫിക്കേഷനാണ്, ടൈപ്സ് ഓഫ് ഫാമിലിയുടെ അടുത്തൊരു ക്ലാസിഫിക്കേഷനാണ് നാമകരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ. അപ്പോൾ മുൻഗാമികളുടെ അടിസ്ഥാനത്തിൽ കുടുംബത്തെ തരംതിരിക്കുന്നതാണിത്. അപ്പം എന്താണെന്ന് വെച്ചാൽ പിതാവിൻ്റെ ഒരു തലമുറ പിന്തുടരുന്ന കുടുംബങ്ങളെയാണ് പിതൃദായക കുടുംബം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ വരുന്നതിലുള്ള ഫസ്റ്റ് ക്ലാസിഫൈ ചെയ്തത് എന്താണ്? മാട്രോണമിക് എന്ന് പറഞ്ഞാൽ എന്താണ്? കുടുംബത്തിൻ്റെ പേര് മാതാവിൽ നിന്ന് എന്ന രീതിയിലുള്ള കുടുംബം നാമക്രമത്തിലുള്ളതാണ്. മാട്രോണമിക് എന്ന് പറഞ്ഞാൽ അമ്മയുടെ ആ ഒരു മാതാവിൽ നിന്ന് വരുന്ന ആ ഒരു കുടുംബ പേര് കേട്ടോ. പാട്രോണമിക് എന്ന് പറഞ്ഞാൽ കുടുംബത്തിൻ്റെ പേര് പിതാവിൽ നിന്ന് എന്ന രീതിയിലുള്ള കുടുംബമാണ്, പിതൃനാമ ക്രമത്തിലുള്ളതാണ് പാട്രോണമിക് കേട്ടോ. ഓക്കെ, ഇനി അധികാരത്തിൻ്റെ പേരിൽ ഒരു ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അധികാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്താണ് പിതൃമേധാവിത്വ കുടുംബമുണ്ട്, മാതൃമേധാവിത്വ കുടുംബമുണ്ട്. പിതൃമേധാവിത്വ കുടുംബമാണ് പാട്രിയക്കൽ, മാതൃമേധാവിത്വ കുടുംബമാണ് മാട്രിയക്കൽ. ഓക്കെ, അങ്ങനെയും തരംതിരിക്കാൻ പറ്റും കേട്ടോ. ഇനി വംശപാരമ്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിലും കൂടെ നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. വംശപരമ്പരയെ അടിസ്ഥാനമാക്കിയിട്ട് എത്രയായിട്ട് തരംതിരിച്ചിരിക്കുന്നു? പിതൃദായക ക്രമം, മാതൃദായക ക്രമം കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ഫാമിലി എന്ന് പറയുന്നത്. ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോയതാണ്, നമ്മൾ റിവൈസ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ആ ഒരു വിവാഹ മാതൃകയും അതുപോലെ തന്നെ ഓരോ കുടുംബത്തിനെയും അംഗങ്ങളുടെ അടിസ്ഥാനത്തിലും താമസ സ്ഥലവും വിവാഹ മാതൃകയും അവരുടെ നാമകരണത്തിൻ്റെ അടിസ്ഥാനത്തിലും അധികാരത്തിൻ്റെ അടിസ്ഥാനത്തിലും വംശപാരമ്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിലൊക്കെയാണ് കുടുംബത്തിൻ്റെ ഘടനയെ അനുസരിച്ചിട്ട് തരംതിരിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിലുള്ള ക്ലാസിഫിക്കേഷൻസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇത് ഇമ്പോർട്ടൻസ് ആണ്, നിങ്ങൾക്ക് ലോങ് എസ്സേ ആയിട്ടൊക്കെ ചോദിക്കാറുണ്ട്. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ള നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ എന്താണ്? ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. എക്സ്പ്ലെയിൻ ദ ചേഞ്ചസ് ഇൻ ദ ഫങ്ഷൻസ് ഓഫ് ഫാമിലി. കുടുംബത്തിൻ്റെ കടമകൾക്കുള്ള ഒരു മാറ്റങ്ങൾ എന്തെല്ലാം? ഇത് ഈ ഒരു ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. അപ്പോൾ ഇതൊന്ന് നോക്കണം കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു നഗരവൽക്കരണത്തിൻ്റെയും ആ ഒരു കൊമേഴ്ഷ്യലൈസേഷൻ്റെയും വ്യവസായവൽക്കരണത്തിൻ്റെയും ഒക്കെ ഫലമായിട്ട് എന്താണ് കുടുംബത്തിൻ്റെ വലിപ്പത്തിലൊക്കെ എന്താണ് മാറ്റം സംഭവിച്ചിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ വലിയ കുടുംബങ്ങൾക്കൊക്കെ എന്താണ് കുടുംബത്തിൻ്റെ സാമ്പത്തിക ഭദ്രതയൊക്കെ ഉറപ്പ് വരുത്തുന്നതിനാൽ കുറേ ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളതിനാൽ ഇന്ന് കൂടുതൽ എന്താണ് ന്യൂക്ലിയർ ഫാമിലീസിനൊക്കെ അല്ലേ നമ്മൾ കാണപ്പെടുന്നത്. അതാണ് ആ ഒരു വലിയൊരു ചേഞ്ച് വന്നത്. ആ ഒരു ഫാമിലി ഫങ്ഷൻസ് വന്നൊരു ചേഞ്ചാണ്. എല്ലാവരും ജോയിൻറ്റ് ഫാമിലിയിൽ നിന്ന് എല്ലാവരും എന്താണ് ന്യൂക്ലിയർ ഫാമിലിയിലോട്ട് മാറി. പിന്നെ എന്താണ് കുടുംബങ്ങൾക്കിടയിലുള്ള പരസ്പര ബന്ധത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവന്നു. ന്യൂക്ലിയർ ഫാമിലി പണ്ടൊക്കെ ആകുമ്പോൾ എല്ലാവരും ഭയങ്കര ഫ്രീഡത്തോടെ ജോയിൻറ്റ് ഫാമിലി ആയിട്ട് വളരെ ഹാപ്പി ആയിട്ട് ജീവിച്ചിരുന്നു. ഇപ്പോൾ ആ ഒരു കണക്ഷനൊന്നും ആർക്കും ഇല്ല. അപ്പോൾ ആ ഒരു അണുകുടുംബത്തിൽ എന്താണ് അതിലെ എല്ലാ അംഗങ്ങളും ഒക്കെ എന്താണ് തുല്യരായിട്ട് ആ ഒരു ഈക്വാലിറ്റി ഉണ്ടാവും കേട്ടോ. അണുകുടുംബങ്ങൾക്ക് ന്യൂക്ലിയർ ഫാമിലീസിൽ ആ ഒരു ഈക്വാലിറ്റി ഉണ്ടാവും. പണ്ടൊക്കെ നമ്മൾ കുറച്ചുകൂടെ നമ്മുടെ ഗ്രാൻഡ് പാരൻസ് എല്ലാവരും ഒന്നിച്ചിരിക്കുമ്പോൾ നമുക്ക് ആ ഒരു കണക്ഷൻ ആയിരിക്കും ഉണ്ടാവും. അപ്പോൾ ഇതിലോട്ട് വരുമ്പോൾ കുറച്ച് എല്ലാവർക്കും ഒരു ഈക്വാലിറ്റി ഉണ്ടാവും. അപ്പോൾ ആ ഒരു റെസ്പെക്റ്റ് ഒന്നും ഇപ്പോൾ ഉണ്ടാവില്ല. ആ ഒരു ഈക്വാലിറ്റി ഇപ്പോൾ ഉണ്ട് എന്നുള്ളൂ. പിന്നെ എന്താണ് ചിലപ്പോഴൊക്കെ എന്താണ് ഭിന്നമായ അഭിപ്രായങ്ങളുടെ പേരിലൊക്കെ എന്തായിരുന്നു കുടുംബങ്ങളിലൊക്കെ മുതിർന്ന അംഗങ്ങളും ഇളയ അംഗങ്ങളും തമ്മിലൊക്കെ തർക്കം ഉണ്ടാകാം. പിന്നെ എന്തൊക്കെയാണ് പുതിയ കുടുംബങ്ങളിൽ കൂട്ടുകുടുംബങ്ങളിലേതുപോലെ മാതാപിതാക്കൾ കുട്ടികളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ ജോലിയാണ് പ്രധാന കാരണം. അപ്പോൾ എല്ലാവർക്കും ആ ഒരു കരിയർ ഓറിയൻറ്റഡ് ആയിട്ട് എല്ലാവരും നീങ്ങുകയാണ്. അപ്പോൾ ആ ഒരു ഫാമിലി അത്ര ഒരു പണ്ടുള്ളതുപോലെ ആ ഒരു കണക്ഷനൊന്നും മെയിൻറ്റെയിൻ ചെയ്യാനൊന്നും ഇപ്പോൾ പറ്റുന്നില്ല. പിന്നെ എന്താണ് പഴയകാല കുടുംബം സംവിധാനത്തിൽ മാതാപിതാക്കളാണ് മക്കൾക്കുള്ള ജീവിത പങ്കാളിയെ കണ്ടെത്തിയതെങ്കിൽ ഇന്നത്തെ കുടുംബം സംവിധാനങ്ങളിൽ യുവജനങ്ങൾ തന്നെയാണ് അവരുടെ പങ്കാളിയെ കൂടുതലും തിരഞ്ഞെടുക്കുന്നത്. ആ ഒരു ചോയ്സൊക്കെ ഇപ്പോൾ എല്ലാവർക്കും കുറച്ചുകൂടെ ഫ്രീഡം ഉണ്ട്. അപ്പോൾ പിന്നെ എന്തൊക്കെയാണ് നവീന കുടുംബങ്ങൾ കൂടുതലും കുട്ടികൾക്കാണ് നിലനിൽക്കുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ ഫാമിലി എല്ലാവരും കുട്ടികൾക്ക് വേണ്ടിയിട്ട് തന്നെയാണ് നിലനിൽക്കുന്നത്. അതുപോലെ മാതാപിതാക്കൾ അവരുടെ സമ്പത്തും സമയവും ചെലവഴിക്കുന്നതും കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. പിന്നെ എന്താണ് പഴയകാല കുടുംബങ്ങൾ നിർവഹിച്ചിരുന്ന പല ഉത്തരവാദിത്തങ്ങളും ഇന്ന് പുതിയ ഏജൻസികളാണ് നിർവഹിക്കുന്നത്. അപ്പോൾ പണ്ടൊക്കെ നമുക്ക് കുട്ടികളെയൊക്കെ നോക്കാനൊന്നും വേണ്ടിയിട്ട് നമ്മൾ തന്നെ നോക്കണമായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്താണ് ഡേ കെയറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെ ഇരുന്ന് ആ ഒരു ഫാമിലിയിൽ വന്ന ആ ഒരു ഫാമിലി ഫങ്ഷൻസിൽ വന്ന ആ ഒരു ചേഞ്ചസൊക്കെ നമുക്ക് അറിയുന്നത് പോലെ അത് നമ്മുടെ കയ്യിൽ നിന്നെടുത്ത് എഴുതാവുന്നതേ ഉള്ളൂ കേട്ടോ.
ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ഒരു ഫാമിലി എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നമുക്ക് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായ ക്വസ്റ്റ്യൻസ്. അപ്പോൾ എല്ലാവരും ഈ ഒരു ചാപ്റ്റർ നന്നായിട്ട് പഠിക്കുക. ഇനി നെക്സ്റ്റ് ചാപ്റ്ററാണ് ചാപ്റ്റർ 14 കൈൻഷിപ്പ്. ചാപ്റ്റർ 14 ആണ് കേട്ടോ ഇത്. ഈ ഒരു ചാപ്റ്ററിൽ എന്താണ് ബന്ധുത്വം. ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് ആ ഒരു ബന്ധങ്ങളെ പറ്റിയിട്ടൊക്കെ തന്നെയാണ് പഠിക്കാനുള്ളത്. അപ്പോൾ ആ ഒരു ബന്ധുത്വം എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ സമൂഹത്തിൽ നമ്മൾ ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഒരു വ്യക്തി നിരവധി വ്യക്തികളുമായിട്ടൊക്കെ പലതരത്തിലുള്ള ബന്ധങ്ങളൊക്കെ സ്ഥാപിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരു ഫ്രണ്ട്സിൻ്റെ ഫാമിലി പല പല ബന്ധങ്ങൾ വരുന്നുണ്ട് വിവാഹബന്ധത്തിന് പുറമേ ആയിട്ട്. അങ്ങനെയുള്ള അത്തരത്തിലൊരു ബന്ധത്തെയാണ് ഒരു ബന്ധുത്വം എന്നുകൊണ്ട് അറിയപ്പെടുന്നത്. അപ്പോൾ സമൂഹത്തിൽ ബന്ധുത്വം ഉണ്ടാകുന്നത് എന്താണ്? രക്തബന്ധം വഴിയും ഉണ്ടാവും, വിവാഹബന്ധം വഴിയുമാണ്. അതുപോലെ ബന്ധുത്വം സമൂഹത്തിൻ്റെ എല്ലായിടത്തും കാണപ്പെടുന്നു. ഓക്കെ, ഇതൊക്കെയാണ് ആ ഒരു ബേസിക് ആയിട്ടുള്ളൊരു കാര്യങ്ങൾ. ബന്ധുത്വം സമൂഹത്തിൻ്റെ എല്ലായിടത്തും കാണപ്പെടുന്നതാണ്. അതുപോലെ സമൂഹത്തിൽ ബന്ധുത്വം ഉണ്ടാകുന്നത് ഏതൊക്കെ രീതിയിലാണ്? രക്തബന്ധം വഴിയും ഉണ്ടാവും, വിവാഹബന്ധം വഴിയുമാണ്. പിന്നെ സമൂഹത്തിലൊരു വ്യക്തി നിരവധി വ്യക്തികളുമായിട്ട് പലതരത്തിലുള്ള ബന്ധം സ്ഥാപിക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ളൊരു ബന്ധത്തെയാണ് ബന്ധുത്വം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഡിഫൈൻ കൈൻഷിപ്പ്. ഇമ്പോർട്ടൻ്റ് ആണ്. ഡിഫൈൻ കൈൻഷിപ്പ് എന്താണെന്ന് ഡിഫൈൻ ചെയ്യാനുണ്ടോ? എന്താണ് ബന്ധുത്വം എന്ന് ഡിഫൈൻ ചെയ്യാനുണ്ടോ? അപ്പോൾ ബന്ധുത്വം എന്ന് പറഞ്ഞാൽ സാമൂഹ്യ സ്ഥാപനങ്ങളിൽ ഒന്നാണ് ബന്ധുത്വം. ബന്ധുത്വം വ്യക്തികളുടെ സാമൂഹ്യവൽക്കരണത്തിനും സമൂഹത്തിൻ്റെ ഐക്യം നിലനിർത്തുന്നതിനും സഹായിക്കുന്നു. അപ്പോൾ അടുത്ത ബന്ധുക്കളുടെ ഒരു ഗണമാണ് കുടുംബം. കുടുംബത്തിലെ എല്ലാ ബന്ധുക്കളും അടങ്ങിയ സംജ്ഞയാണ് ബന്ധുത്വം. അപ്പോൾ കുടുംബത്തെ അടിസ്ഥാനമാക്കിയുള്ള സാമൂഹ്യ ബന്ധമാണത്. ബന്ധുത്വത്തിൽ രക്തബന്ധങ്ങളും വിവാഹം വഴിയുള്ള ബന്ധങ്ങളും ഉൾക്കൊള്ളുന്നു. രക്തബന്ധം അല്ലെങ്കിൽ വിവാഹം വഴി ജനങ്ങളെ ഒരു കൂട്ടമായി യോജിപ്പിക്കുന്ന ബന്ധത്തെ ബന്ധുത്വം എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ അതാണ് കൈൻഷിപ്പിൻ്റെ ഒരു ഡെഫിനിഷൻ കേട്ടോ. അപ്പോൾ അതെന്താണെന്ന് ക്ലിയർ ആയിട്ട് പഠിക്കുക. നെക്സ്റ്റ് വരുന്നത് എന്താണ്? വാട്ട് ആർ ദ ഡിഗ്രീസ് ഓഫ് കൈൻഷിപ്പ്. അപ്പോൾ എന്തൊക്കെയാണ് ബന്ധുത്വത്തിൻ്റെ അവസ്ഥകൾ? എന്തെല്ലാമാണ്? പ്രൈമറി കൈൻഷിപ്പ് ഉണ്ട്, സെക്കൻഡറി കൈൻഷിപ്പ് ഉണ്ട്, ടെറിട്ടറി കൈൻഷിപ്പ് ഉണ്ട്. അപ്പം പ്രൈമറി കൈൻഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വ്യക്തിക്ക് ഉറ്റവരും പ്രത്യക്ഷ ബന്ധമുള്ളവരുമാണ് പ്രാഥമിക ബന്ധുക്കൾ. അപ്പോൾ എന്താ വെച്ചാൽ നമ്മുടെ ഫാദർ മദർ ആ ഒരു കണക്ഷനില്ലേ, ആ ഒരു ബന്ധത്തെയാണ് ഫാദർ സൺ മദർ എക്സെട്ര ആ ഒരു കണക്ഷൻസ്, അതാണ് നമ്മുടെ പ്രൈമറി കൈൻഷിപ്പ് എന്ന് പറയുന്നത്. നമ്മുടെ ഉറ്റവരായിട്ട് വരുന്ന ആ ഒരു പ്രത്യക്ഷ ബന്ധമുള്ളവരെയാണ് പ്രാഥമിക ബന്ധുക്കൾ എന്ന് പറയാം. സെക്കൻഡറി കൈൻഷിപ്പ് എന്താണ്? സെക്കൻഡറി കൈൻഷിപ്പ് എന്ന് പറഞ്ഞാൽ പ്രാഥമിക ബന്ധുക്കൾ വഴി ബന്ധമുള്ളവരെയാണ് ദ്വിതീയ ബന്ധുക്കൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇവരെന്താണ്? അണുകുടുംബത്തിൻ്റെ പുറത്തുള്ളവരായിരിക്കും. അപ്പോൾ അച്ഛൻ്റെ ബ്രദേഴ്സ്, അതുപോലെ അമ്മയുടെ സിസ്റ്റേഴ്സ്, അതൊക്കെയാണ് ആ ഒരു സെക്കൻഡറി കൈൻഷിപ്പിൽ വരുന്നത്. ഓക്കെ, പിന്നെ ടെർഷ്യറി കൈൻഷിപ്പ്. ടെർഷ്യറി കൈൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ഒരാളുടെ പ്രാഥമിക ബന്ധുവിൻ്റെ ദ്വിതീയ ബന്ധു അയാളുടെ തൃതീയ ബന്ധുവാണ്. അതാണ് ടെറിട്ടറി കൈൻഷിപ്പ്. ഇപ്പോൾ അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഭാര്യയുടെ സഹോദരപുത്രന്, അതുപോലെ സഹോദരിയുടെ ഭർത്താവിൻ്റെ സഹോദരൻ, അതുപോലെ തന്നെ ദ്വിതീയ ബന്ധുവിൻ്റെ പ്രാഥമിക ബന്ധു ഒരാളുടെ തൃതീയ ബന്ധു ആകുന്നു. ആ ഒരു കണക്ഷൻസ്. അപ്പോൾ വൈഫിൻ്റെ ആ ഒരു ബ്രദറിൻ്റെ സണ്ണ്, അങ്ങനെയൊക്കെ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് എന്താണ്? വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് കൈൻഷിപ്പ്? ഡിസ്ക്രൈബ് ഇൻ ഡീറ്റെയിൽ. അപ്പോൾ എന്തൊക്കെ ടൈപ്പ് കൈൻഷിപ്പ് ആണുള്ളത്, എന്തൊക്കെ ടൈപ്പ് ബന്ധുത്വമാണുള്ളത്? അപ്പോൾ എല്ലാ സമൂഹങ്ങളിലും ബന്ധുത്വം ഒരു സാമൂഹ്യ ബന്ധങ്ങൾക്കുള്ള ഒരു ചട്ടക്കൂടാണ്. അതുപോലെ വിവാഹം കുടുംബത്തിൻ്റെയും ജനനത്തിൻ്റെയും ഇടയ്ക്കുള്ള കണ്ണിയാണ്. അപ്പോൾ ഓരോ വ്യക്തിക്കും അവൻ അല്ലെങ്കിൽ അവൾ ജനിച്ച അണുകുടുംബത്തിൽ പ്രാഥമിക ബന്ധുക്കളുണ്ടാകും. അതുപോലെ ജനനത്തിലൂടെയും വിവാഹത്തിലൂടെയും ബന്ധങ്ങളെ പറ്റിയുള്ള ആശയങ്ങൾ കൈകാര്യം ചെയ്യുന്ന സംസ്കാരത്തിൻ്റെ ഒരു ഭാഗമാണ് ബന്ധുത്വം. ഓക്കെ, അപ്പോൾ ഇനി എത്ര ടൈപ്സ് ഉണ്ട് കൈൻഷിപ്പ്? ബന്ധുത്വത്തെ നമുക്ക് രണ്ടായിട്ട് തരംതിരിച്ചിരിക്കുന്നുണ്ട്. വിവാഹ ബന്ധുത്വം ഉണ്ട്, അഫിനൽ കൈൻഷിപ്പ് ഉണ്ട്, സഗോത്ര അല്ലെങ്കിൽ രക്തബന്ധുത്വം അതുമുണ്ട്. അപ്പോൾ ആ രണ്ട് ക്ലാസിഫിക്കേഷൻ എന്താണെന്ന് നോക്കാം. അപ്പോൾ വിവാഹ ബന്ധുത്വം എന്ന് പറഞ്ഞാൽ എന്താണ്? വിവാഹത്തിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന ഒരു ബന്ധുത്വമാണ് വിവാഹ ബന്ധുത്വം. അതിൽ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധുത്വം അതിന് ഉദാഹരണമാണ്. ഇനി സഗോത്രം അല്ലെങ്കിൽ രക്തബന്ധുത്വം എന്ന് പറഞ്ഞാൽ എന്താണ്? രക്തബന്ധം വഴിയുള്ള ബന്ധുത്വമാണ് സഗോത്ര ബന്ധുത്വം അഥവാ രക്തബന്ധുത്വം. അത് എന്തൊക്കെയാണ്? മാതാപിതാക്കളും മക്കളും തമ്മിൽ, മുത്തച്ഛനും പേരക്കിടാങ്ങളും തമ്മിലും, അതുപോലെ മുത്തശ്ശിയും പേരക്കിടാങ്ങളും തമ്മിലുള്ള ബന്ധത്തെയാണ് നമ്മൾ രക്തബന്ധത്തിന് ഉദാഹരണം എന്ന് പറയുന്നത്. അപ്പോൾ എത്ര ടൈപ്സ് ആണ് കൈൻഷിപ്പ് ഉള്ളത്? വിവാഹ ബന്ധുത്വം ഉണ്ട്, രക്തബന്ധുത്വം ഉണ്ട് കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്ന ക്വസ്റ്റ്യൻ ആണ് ഡിസ്ക്രൈബ് മൊയിറ്റി. മൊയിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? മൊയിറ്റി എന്നാൽ എന്താണ്? ഒരു വലിയൊരു സാമൂഹിക ഗ്രൂപ്പാണ്.
ആ ഒരു സോഷ്യൽ ഗ്രൂപ്പ് ഒരു പ്രാഥമിക ഗ്രൂപ്പിൽ നിന്ന് പിന്തുടർച്ചയുടെ ഭാഗമായിട്ട് വിഭജിക്കപ്പെട്ട ഗ്രൂപ്പിനെയാണ് നമ്മൾ മൊയിറ്റി എന്ന് പറയുന്നത് കേട്ടോ. ഒരു പ്രാഥമിക ഗ്രൂപ്പിൽ നിന്നും പിന്തുടർച്ചയുടെ ഭാഗമായിട്ട് വിഭജിക്കപ്പെട്ടൊരു ഗ്രൂപ്പിനെയാണ് നമ്മൾ മൊയിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് ഡിഫൈൻ ചെയ്യാൻ കൈൻഡ്ഷിപ്പ് എന്താണെന്ന് ഡിഫൈൻ ചെയ്യാൻ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം കേട്ടോ. അപ്പോൾ ഇത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ചാപ്റ്ററാണ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ, ഹൈറാർക്കി, ഡിഫറൻറ്റിയേഷൻ ആൻഡ് ഇൻഈക്വാലിറ്റി. അപ്പം ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്? ആ ഒരു സാമൂഹിക വർഗീകരണത്തിനെ പറ്റിയിട്ടാണ് ഈ ഒരു സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷനിൽ പഠിക്കാനുള്ളത്. അപ്പോൾ അതിൽ വരുന്ന കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഡിഫൈൻ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ. അപ്പോൾ ആ ഒരു സാമൂഹ്യ ശ്രേണീകരണം അല്ലെങ്കിൽ സാമൂഹ്യ വർഗീകരണം എന്താണെന്ന് നമ്മൾ ഡിഫൈൻ ചെയ്യാൻ പഠിച്ചിരിക്കണം. അപ്പോൾ എന്താണ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ അഥവാ സാമൂഹിക വർഗീകരണം എന്ന് പറഞ്ഞാൽ വർഗീകരണം എന്നും ശ്രേണീകരണം എന്നും പറയും കേട്ടോ. അപ്പോൾ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ഒരു സമൂഹത്തിൽ നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് ഈ ഒരു സാമൂഹിക വർഗീകരണം എന്ന് പറയുന്നത്. അപ്പോൾ വിവിധ സാമൂഹിക അല്ലെങ്കിൽ സാമ്പത്തിക അല്ലെങ്കിൽ സാംസ്കാരിക ഘടകങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഒരു സമൂഹത്തിനുള്ളിലെ വ്യക്തികളുടെയോ ശ്രേണീപരമായിട്ടുള്ളൊരു ക്രമീകരണത്തെയോ സാമൂഹിക വർഗീകരണം എന്ന് സൂചിപ്പിക്കുന്നു. അപ്പോൾ എന്താണ് ഒരു വിവിധ സമൂഹങ്ങളിൽ സാമൂഹിക സാമ്പത്തിക അല്ലെങ്കിൽ സാംസ്കാരിക ഘടകങ്ങളെ അടിസ്ഥാനമാക്കിയിട്ട് സമൂഹത്തിനുള്ളിലെ വ്യക്തികളെ നമ്മൾ ശ്രേണീപരമായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ക്രമീകരണത്തിലൂടെ സാമൂഹിക വർഗീകരണം എന്ന് പറയുന്നത്. എന്തിൻ്റെയൊക്കെ ബേസിലാണ് അവരുടെ ഒരു സാമ്പത്തികവും അല്ലെങ്കിൽ സാംസ്കാരികമായിട്ടുള്ള ഘടകങ്ങളെയൊക്കെ ബേസ് ചെയ്തിട്ട് അവരെ വർഗീകരിക്കുന്ന രീതിയാണ് ആ ഒരു സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് പ്രത്യേകമായിട്ട് അധികാരം, സമ്പത്ത്, അവരുടെ ഒരു പദവി, അതുപോലെ പദവി, ലിംഗം എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് ആളുകളെ നമ്മൾ വർഗീകരിക്കുന്നത് കേട്ടോ. ഓക്കെ, അതാണ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? റൈറ്റ് ഷോർട്ട് നോട്ട് ഓൺ ദ കൺസെപ്റ്റ് ഓഫ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ. സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ്റെ ആ ഒരു കോൺസെപ്റ്റ് എന്താണ്? കോൺസെപ്റ്റ് എന്താണ് ഒന്നുകൂടെ ഞാൻ പറയാം. അപ്പോൾ നമുക്ക് സാമൂഹിക ശ്രേണീകരണത്തെ മറ്റൊരു രീതിയിൽ നിർവചിക്കുകയാണെങ്കിൽ ഈ ഒരു മേലാളത്ത കീഴാളിത്ത ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലും പരസ്പര ബന്ധിതമായ സ്ഥിര സംഘങ്ങളോ ഗണങ്ങളോ ആയി സമൂഹത്തെ വിഭജിക്കുന്നതുമാണ് സാമൂഹിക ശ്രേണീകരണം എന്ന് പറയാം. അതുപോലെ തന്നെ ആ ഒരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു ആശയം എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാ മനുഷ്യ സമൂഹങ്ങളിലും എന്താണ് കാണപ്പെടുന്ന ഒരു പ്രത്യേകതയാണ് ഈ ഒരു ശ്രേണീകരണം അഥവാ ശ്രേണീവൽക്കരണം. അപ്പോൾ ഏതൊരു സമൂഹത്തിലെയും ജനങ്ങൾക്കിടയിലുള്ളൊരു വർഗീകരണവും ക്രമീകരണവും അതുപോലെ എന്താണ് സ്ഥാനനിർണയവുമാണ് സാമൂഹ്യമായ ശ്രേണീകരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സമൂഹം എന്നത് എന്താണ്? ഒരു വ്യത്യസ്തമായ ശ്രേണികൾ അല്ലെങ്കിൽ അടുക്കുകൾ കൊണ്ടുണ്ടാക്കിയതാണ്. അപ്പോൾ ഈ ഒരു ശ്രേണികളുടെയൊക്കെ അടിസ്ഥാനം എന്താണ്? സാമൂഹികവും സാംസ്കാരികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ ഒരു അസമത്വങ്ങളാണ് ഈ ഒരു ശ്രേണീകരണത്തിലൂടെ ഉണ്ടാവുക. അപ്പോൾ ശ്രേണീവൽക്കരണത്തിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം എന്താണ്? പട്ടാളമാണ് അതിൻ്റെ എക്സാമ്പിൾ. എന്താണെന്ന് വെച്ചാൽ അതിലെന്താണ് ആ ഒരു ഇതിൽ നമുക്ക് ഓഫീസർമാരുണ്ടാവും, അതുപോലെ ജവാന്മാരുണ്ടാവും. അപ്പോൾ രണ്ട് വിഭാഗത്തിലും എന്താണ് കർത്തവ്യങ്ങളും അവകാശങ്ങളും അധികാരങ്ങളും അവരുടേതായ അന്തസ്സും ഒക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ എന്നിവയുടെ ഒരു അടിസ്ഥാനത്തിൽ പല റാങ്കുകളുണ്ട്. അപ്പോൾ വ്യക്തിയും സമൂഹവും എന്താണ് എല്ലായിടത്തും വ്യത്യസ്തങ്ങളാണ്. അപ്പോൾ സമൂഹത്തിൻ്റെ ആണിക്കല്ല് തന്നെ ഇത്തരം വൈവിധ്യമാണ്. അപ്പോൾ സമൂഹം നിലകൊള്ളുന്നത് എന്താണ്? ഈ ഒരു വ്യത്യസ്തത എന്ന തത്വത്തിലൂടെയാണ് ഈ ഒരു സമൂഹം നിലകൊള്ളുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ആ ഒരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് എപ്പോഴും കാണാറുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ഡിഫൈൻ കാസ്റ്റ്. അപ്പോൾ കാസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജാതി എന്താണെന്ന് നിർവചിക്കാൻ ഒരു ക്വസ്റ്റ്യൻ വരാറുണ്ട്. അപ്പോൾ ജാതി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരാൾ ഒരു വർഗത്തിൽ ജനിക്കുകയും ആ വർഗത്തിൽ നിന്ന് മാറാൻ യാതൊരു മാർഗവും ഇല്ലാതിരിക്കുന്ന ഒരു വിധത്തിൽ അയാളുടെ പദവി മുൻകൂട്ടി നിർണ്ണയിക്കപ്പെട്ടിരിക്കുകയും ചെയ്യുന്നു, അല്ലെങ്കിൽ ആ ഒരു വർഗസ്ഥിതിയാണ് ജാതി. ഓക്കെ, അതാണ് ഡെഫിനേഷൻ ഓഫ് കാസ്റ്റ്. എന്താണ് ഇനി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കാസ്റ്റ്? എക്സ്പ്ലെയിൻ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കാസ്റ്റ് എന്ന് നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ വന്നാൽ അപ്പോൾ അത് ജാതിയുടെ സവിശേഷതകൾ വിവരിക്കാം. അപ്പോൾ എന്തൊക്കെയാണ്? സമൂഹത്തെ ഖണ്ഡങ്ങളായി വിഭജിച്ചിരിക്കുന്നു, അതുപോലെ സാമൂഹ്യവും മതപരവുമായ അധികാര ശ്രേണിയാണ് ഈ ഒരു ജാതി എന്ന് പറയുന്നത്. അതുപോലെ സ്വഗണം, വിവാഹം, ഒരേ ജാതിയിൽപ്പെട്ടവർ തന്നെ വിവാഹം കഴിക്കുന്ന ആ ഒരു കോൺസെപ്റ്റാണ് അതിലുണ്ടാവുക. പിന്നെ ഭക്ഷണം, സാമൂഹ്യ ഇടപാടുകൾ എന്നിവയിലൊക്കെ ഓരോ നിയന്ത്രണം ഉണ്ടാവും ഓരോ കാസ്റ്റ് ബേസ് ചെയ്തിട്ട്. ഇപ്പം അങ്ങനെയൊന്നും ഇല്ല, പക്ഷേ ഇത് നമ്മുടെ പഠനത്തിൻ്റെ രീതിയിൽ നമുക്ക് ഇതൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് എഴുതാവുന്നതാണ്. നെക്സ്റ്റ് എന്താണ്? തൊഴിൽ തിരഞ്ഞെടുക്കുന്നതിലുള്ള നിയന്ത്രണം,
പൗരത്വവും മതപരവുമായ വൈകല്യങ്ങൾ. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് ആ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കാസ്റ്റ് എന്ന് പറഞ്ഞാൽ. പിന്നെ എന്താണ് എക്സ്പ്ലെയിൻ ദ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ഓഫ് കാസ്റ്റ് സിസ്റ്റം. അപ്പോൾ ജാതി സംവിധാനത്തിൻ്റെ ഒരു ഗുണങ്ങളും ദോഷങ്ങളും വിവരിക്കുക. അപ്പം നമുക്ക് എക്സ്പ്ലെയിൻ ദ മെറിറ്റ്സ് ആദ്യം നോക്കാം. ജാതി സംവിധാനത്തിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്? അപ്പം സമൂഹത്തിൽ ഐക്യരൂപമുള്ള വിഭാഗമാണ് ജാതി. ജാതീയത എന്താണ്? ഓരോ ജാതിയിൽപ്പെട്ടവർക്കിടയിലും സഹകരണബോധവും സഹജ അവബോധവും ഉളവാക്കുന്നു. പിന്നെന്താണ് സാമൂഹ്യ സുസ്ഥിരതയുടെ ഉറവിടമാണ് ജാതി. പിന്നെന്താണ് ഹിന്ദുമതത്തിൻ്റെ ഘടന വ്യവസ്ഥയായി ജാതി വർത്തിക്കുന്നു. പിന്നെ വരുന്ന ഒരു മെറിറ്റാണ് മിശ്രവിവാഹം നിരോധനത്തിലൂടെ ജാതിവംശം ശുദ്ധി പരിപാലിക്കുന്നു. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് നമുക്ക് മെറിറ്റ്സിൽ എഴുതാൻ പറ്റുക. ഇനി ഡിമെറിറ്റ്സിൽ എഴുതാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ജാതി വ്യവസ്ഥയുടെ ദോഷങ്ങൾ എന്തൊക്കെയാണ്? മതപ്രവർത്തനങ്ങൾക്ക് ജാതീയമായ വിവേചനം കാരണമാകുന്നുണ്ട്. ഓരോ മതപ്രവർത്തനങ്ങൾക്കൊക്കെ ആ ഒരു കാസ്റ്റിൻ്റെ ആ ഒരു വർഗീകരണത്തിലൂടെ ആ ഒരു വിവേചനം കാരണമാകുന്നുണ്ട് ഓരോ മതപ്രവർത്തനങ്ങൾക്ക്. പിന്നെന്താണ് സ്ത്രീകളുടെ പദവിയൊക്കെ ക്ഷയിപ്പിക്കുന്നുണ്ട്. പിന്നെന്താ ജനാധിപത്യത്തിൻ്റെ വളർച്ചയ്ക്ക് അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു കാസ്റ്റ് സിസ്റ്റത്തിൻ്റെ ആ ഒരു ഡിമെറിറ്റ്സ് എന്ന് പറഞ്ഞാൽ. പിന്നെ ജാതി വ്യവസ്ഥ എന്താണ്? സമൂഹത്തിൽ എന്താണ് സംഘർഷം ഉളവാക്കുന്നതല്ല. ഓരോ കാസ്റ്റിൻ്റെ ബേസിലൊക്കെ ഓരോ ജാതിക്കൊല അങ്ങനെയൊക്കെ നമ്മൾ കേൾക്കാറില്ലേ. അപ്പോൾ അതൊക്കെ എന്താണ്? സമൂഹത്തിൽ ഓരോ സംഘർഷം ഉളവാക്കുന്നതാണ്. പിന്നെ ജാതി ചിന്ത എന്താണ്? ദേശീയബോധത്തിൻ്റെ വളർച്ച തടയുന്നുണ്ട് ജാതി ചിന്ത എന്ന് പറഞ്ഞാൽ. ഓക്കെ, പിന്നെ ജനാധിപത്യത്തിൻ്റെ വളർച്ചയ്ക്ക് തടസ്സമാകുന്നു. ഇതൊക്കെയാണ് നിങ്ങൾ എഴുതേണ്ട പോയിന്റ്സ് കാസ്റ്റ് സിസ്റ്റത്തിൻ്റെ ഡിമെറിറ്റ്സ് ആയിട്ട്. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളൊരു ക്വസ്റ്റ്യൻ എന്താണ്? ഡിഫറൻസ് ബിറ്റ്വീൻ കാസ്റ്റ് ആൻഡ് ക്ലാസ്. അപ്പോൾ കാസ്റ്റും ക്ലാസ്സും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ്, ജാതിയും വർഗവും തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണ്? അപ്പം ജാതി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇത് ഇന്ത്യയിൽ മാത്രം കാണുന്നതാണ്. അപ്പോൾ അതിനാൽ ഇത് സർവ്വലൗകികമല്ല, അങ്ങനെ കോമൺ ആയിട്ടും ജനറൽ ആയിട്ടും കാണുന്നതല്ല, നമ്മുടെ ഇന്ത്യയിൽ മാത്രം കാണുന്നതാണ് ഈ ഒരു കാസ്റ്റ്. വർഗം എന്ന് പറഞ്ഞാൽ എന്താണ്? ക്ലാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വർഗം സർവ്വലൗകികമാണ്. അപ്പോൾ ഓരോ വർഗങ്ങൾ ഇപ്പോൾ ഏതൊരു സ്ഥലത്തും ആ ഒരു വർഗ്ഗങ്ങളുണ്ടാവും. പക്ഷേ ജാതി ഇന്ത്യയിൽ മാത്രമാണുള്ളത്. പിന്നെ ജാതി എന്ന് പറഞ്ഞാൽ എന്താണ്? പദവി ജന്മനാ ലഭിക്കുന്നതാണ്. ജാതി പദവി എന്ന് പറഞ്ഞാൽ നമ്മളൊരു ജാതിയിൽ ജനിക്കുകയാണെങ്കിൽ ആ ഒരു പദവി നമുക്ക് ജന്മനാ ലഭിക്കുന്നു. വർഗം എന്താണ്? വ്യക്തികൾ നേടിയെടുക്കുന്നതാണ് വർഗം എന്ന് പറഞ്ഞാൽ. ഒരു ക്ലാസ് എന്ന് പറഞ്ഞാൽ ഓരോ വ്യക്തികൾ നേടിയെടുക്കുന്ന പദവിയാണ് വർഗം. പിന്നെ എന്താണ്? ജാതി എന്ന് പറഞ്ഞാൽ ഒരു അടഞ്ഞ സംവിധാനമാണ്. വർഗം എന്ന് പറഞ്ഞാൽ ഒരു തുറന്ന സംവിധാനമാണ്. ജാതി പിന്നെന്താണ്? വൈദികമായ ഉദ്ഭവമാണ്. വർഗം എന്താണ്? വർഗം സംവിധാനം മതേതരത്വമാണ്. ഓക്കെ, അപ്പോൾ ഒരാൾക്ക് ഏതൊരു മതത്തിൽ വിശ്വസിക്കണം എന്നൊക്കെ നമുക്ക് തന്നെ നമ്മുടെ ചോയ്സ് അനുസരിച്ചിട്ട് ഇഷ്ടപ്പെടാവുന്നതാണ്. പിന്നെ എന്താണ്? ജാതി എന്ന് പറഞ്ഞാൽ എന്താണ്? ചില ജാതികൾ ശുദ്ധമായി ഗണിക്കപ്പെടുന്നു, ചില ജാതികൾ അശുദ്ധമായി കണക്കാക്കപ്പെടുന്നു. വർഗം എങ്ങനെയാണ്? വർഗങ്ങൾ തമ്മിൽ അസമത്വങ്ങൾ ഉണ്ട്, എന്നാൽ അശുദ്ധിയില്ല. ജാതി എന്ന് പറഞ്ഞാൽ ജാതി വ്യവസ്ഥയിൽ ജാതികൾ തമ്മിലുള്ള ബന്ധത്തിന് നിയന്ത്രണമുണ്ട്. വർഗം എന്ന് പറഞ്ഞാലോ? വർഗം സംവിധാനത്തിൽ ബന്ധങ്ങൾക്ക് പരിമിതികളുണ്ട്, എന്നാൽ വ്യക്തികൾക്ക് കൂടുതൽ സ്വതന്ത്രരാണ്. അതുപോലെ ജാതി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ജാതിക്കാർ ആ ജാതിയിൽ നിന്ന് വിവാഹം കഴിക്കുന്നു. പക്ഷെ വർഗം എന്ന് പറഞ്ഞാൽ വർഗ്ഗങ്ങൾക്കിടയിൽ വിവാഹം നിയന്ത്രണമില്ല. ഓക്കെ, അപ്പോൾ അതാണ് ആ ഒരു ഡിഫറൻസ് ബിറ്റ്വീൻ കാസ്റ്റ് ആൻഡ് ക്ലാസ്. അപ്പോൾ അതൊക്കെ എന്താണെന്ന് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്റേഴ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഫാമിലി എന്താണെന്ന് പറഞ്ഞു, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ കൈൻഡ്ഷിപ്പ് ഡിഫൈൻ ചെയ്യാൻ ക്വസ്റ്റ്യൻ വരും. അതുപോലെ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ, ആ ഒരു സാമൂഹിക ശ്രേണീകരണം, അതിൽ വരുന്നതാണ് ഈ ഒരു കാസ്റ്റും ക്ലാസ്സും ഒക്കെ. അതിൻ്റെ ഒരു ഡിഫറൻസ് എന്തായാലും ക്വസ്റ്റ്യൻസിൽ വരാറുണ്ട്. പിന്നെ മാരേജ് ഡിസ്കസ് ചെയ്തു, മാരേജിൻ്റെ ആ ഒരു ക്ലാസിഫിക്കേഷൻസും, എന്താണ് മോണോഗമി, എന്താണ് പോളിഗമി, അതുപോലെ എന്താണ് പോളിഗിനി, പോളിയാൻഡ്രി. അപ്പോൾ അതൊക്കെ ഡിഫൈൻ ചെയ്യാൻ അതൊക്കെ എന്തായാലും പഠിച്ചിരിക്കേണ്ടതാണ്. എക്സാമിന് ഉറപ്പായിട്ടും വരുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് അവിടെ വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു.